ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സോഴ്സസ് ഓഫ് ലോങ് ടേം ഫിനാൻസ് ഓർ സോഴ്സസ് ഓഫ് ഫിനാൻസ്. നമുക്കറിയാം, ക്യാപിറ്റലൈസേഷൻ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപിക്കുന്നതിന് വേണ്ടി വരുന്ന ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അല്ലേ നിശ്ചയിക്കുക, അതിൻ്റെ വോള്യം നിശ്ചയിക്കുക എന്നുള്ളതാണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫലമായിട്ട് നമ്മൾ അതിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പസിഷൻ, അതിൻ്റെ മിക്സിങ് നമ്മൾ എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ നോർമലി ഇത് രണ്ടും പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ക്ലിയർ? പക്ഷേ നമുക്കറിയാം, ശരിക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ നമ്മളതിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, അതിനെ റേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രൊക്വയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം, ക്യാപിറ്റലൈസേഷനും ക്യാപിറ്റൽ സ്ട്രക്ചറൊക്കെ ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ്, ഓരോ സോഴ്സസിൻ്റെയും പ്രത്യേകത എന്താണ്. ക്ലിയർ? ഓരോ സോഴ്സസിനും മറ്റുള്ള ആൾട്ടർനേറ്റീവ് സോഴ്സസുമായിട്ടുള്ള കമ്പാരിറ്റീവ് കോസ്റ്റ് എന്താണ്, ബെനിഫിറ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ സോഴ്സസ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത് അല്ലെങ്കിൽ ഇതിലൂടെ ശ്രദ്ധിക്കുന്നത്. ക്ലിയർ? പരീക്ഷയെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും പലപ്പോഴും ഇത് സംബന്ധിച്ച് എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. ക്ലിയർ? വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ലോങ് ടേം ഫണ്ട്സ്. ക്ലിയർ? അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റലിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഇൻറ്റേർണൽ ഫിനാൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ചിലപ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട് പരീക്ഷയിൽ തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്യുവർലി തിയറിറ്റിക്കൽ ആയിട്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് ആണുള്ളത്. പല കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം എങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്നുകൂടെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഇതിനെ റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടി, റീകോൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് നോക്കി പോകാം. ക്ലിയർ? ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. എന്തൊക്കെയാണത്? ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്തിനാണെന്ന് നമുക്കറിയാം അല്ലേ. ഫിക്സഡ് അസറ്റ്സ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടും ബിസിനസ്സിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്തിനാ? ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഫങ്ഷൻസ് ഒക്കെ റൺ ചെയ്യണമെങ്കിൽ കുറച്ച് ക്യാപിറ്റൽ വേണം. അതിന് നമ്മൾ എന്ത് പറയുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിന് രണ്ട് കാറ്റഗറീസ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ. Clear? So every business needs funds, clear, for two purposes. One is for its establishment and to carry out its day-to-day business. Clear? Establishment ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ ലോങ് ടേം ഫണ്ട് ആയിരിക്കും. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓപ്പറേഷൻസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഷോർട്ട് ടേം ആയാലും കുഴപ്പമില്ല. ക്ലിയർ? ഇനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ലാൻഡ് അല്ലേ, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, ഫിക്ചേഴ്സ്, ഫിറ്റിംഗ്, എക്യുപ്മെൻറ്റ്, ഇങ്ങനെ എല്ലാം എന്താണ് ലോങ് ടേം ആയിട്ടുള്ള റിക്വയർമെൻ്റ് ആണ്. ഓക്കെ, അതൊക്കെ ലോങ് ടേം ഫണ്ട് കൊണ്ട് മീറ്റ് ചെയ്യേണ്ടതാണ് അല്ലേ. അതുപോലെ തന്നെ ഡെയിലി മീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലേ, എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോസ്റ്റ് മീറ്റ് ചെയ്യുക, ഇങ്ങനെ ഇതിനൊക്കെ വേണ്ടി നമ്മൾ കൈവശം വയ്ക്കുന്ന ഡേ ടു ഡേ എക്സ്പെൻസിന് വേണ്ടി കൈവശം വയ്ക്കുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. ക്ലിയർ? സോ പ്രധാനമായിട്ടും ദ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് ഓഫ് ഫണ്ട് ക്യാൻ ബി മെഡ് ഫ്രം ദി കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെ, ട്രേഡ് ക്രെഡിറ്റ്സ്, ഇൻസ്റ്റാൾമെൻറ്റ് ക്രെഡിറ്റ്, അഡ്വാൻസസ്, ഫാക്ടറിങ്, റിസീവബിൾ ക്രെഡിറ്റ്, അക്രൂവൽസ്, ഡെഫേർഡ് ഇൻകം. ക്ലിയർ? ഇൻകം, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇങ്ങനെ കുറേ സോഴ്സസ് വഴി നമുക്ക് ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ്സ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇതിന് പുറമേ ക്രെഡിറ്റിന് പുറമെ, ക്ലിയർ, ഷോർട്ട് ടേം ക്രെഡിറ്റ്സ് ബാങ്കുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷോർട്ട് ടേം ക്രെഡിറ്റ്സിന് പുറമെ നമുക്ക് ചെയ്യാം. ലോങ് ടേം സോഴ്സസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടി വരുന്നു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫിനാൻസിങ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നു. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ടേം ലോൺസ് എടുക്കേണ്ടി വരുന്നു. ക്ലിയർ? ഇതെല്ലാം ലോങ് ടേം ആയിട്ടുള്ള സോഴ്സസ് ആയിട്ട് പറയും. അപ്പം ഇങ്ങനെ ലോങ് ടേമും ഷോർട്ട് ടേം ആയിട്ടുള്ള സോഴ്സസ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ട്. Okay, so the various source of finance can be discussed
ഇൻ മെനി വേസ്. പല രീതിയിലും അല്ലെങ്കിൽ പല മെത്തേഡ് അനുസരിച്ചിട്ടും പല ക്രൈറ്റീരിയയുടെ ബേസിസിലും സോഴ്സസ് ഓഫ് ഫണ്ടുകളെ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഫിനാൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ? എന്തൊക്കെയാണ് അങ്ങനെ പ്രധാനമായിട്ടും വരുന്ന ക്ലാസിഫിക്കേഷൻ നോക്കാം. സോ അക്കോർഡിംഗ് ടു പീരീഡ്, നമ്മൾ പീരീഡ് ബേസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഷോർട്ട് ടേം, ക്ലിയർ, മീഡിയം ടേം, ലോങ് ടേം, ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ? സോ ഓൺ ദ ബേസ് ഓഫ് പീരീഡ്, source of finance can be divided into short term sources, medium term sources and long term sources. Clear? അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ താഴെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് അതിൽ വരിക. ക്ലിയർ? സോ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം. എന്താണ് ഷോർട്ട് ടേം നമുക്കറിയാം അല്ലേ? ഒരു വർഷമോ അതിൽ താഴെയൊക്കെ വരുന്ന പീരീഡുള്ള, അതിനുള്ളിൽ സെറ്റിൽമെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട്, പേ ഓഫ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്ന സോഴ്സുകളെയൊക്കെ നമ്മൾ ഷോർട്ട് ടേം സോഴ്സസ് എന്ന് പറയും. ക്ലിയർ? മീഡിയം ടേം എന്താ? ഒരു വർഷത്തിനേക്കാളും കൂടുതൽ, 365 ഡേയ്സിനേക്കാളും കൂടുതലായിട്ട് വരുന്നതും. ക്ലിയർ? അതുപോലെ തന്നെ വലിയ പീരീഡിലേക്ക് വരുന്നില്ല. ഫോർ എക്സാമ്പിൾ 3 years അല്ലെങ്കിൽ 5 years, അതിൻ്റെ ഉള്ളിലേക്ക് മെച്യൂരിറ്റിയോ റിഡംഷനോ റീപേയ്മെൻ്റ് ഒക്കെ വേണ്ടി വരുന്ന സോഴ്സസ് ആണെങ്കിൽ അതിനെ മീഡിയം ടേം എന്ന് പറയും. അതിനേക്കാളും ബിയോണ്ട് ആയിട്ട് വരുന്ന അല്ലേ സോഴ്സുകൾ നമ്മളെന്ത് പറയുന്നു? ലോങ് ടേം സോഴ്സസ് ആയിട്ടും പറയാം. ഇപ്പോൾ പ്രധാനമായിട്ടും വരുന്ന ഷോർട്ട് ടേം സോഴ്സസ് എന്തൊക്കെയാണ്? സോ ബാങ്ക് ക്രെഡിറ്റ് അല്ലേ? ബാങ്കിൽ നിന്ന് കിട്ടുന്ന ക്രെഡിറ്റ്, അത് പല രീതിയിലാവാം കേട്ടോ. അപ്പോൾ ബാങ്ക് ഷോർട്ട് ടേം ലോൺ ആയിട്ട് വരും, ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആയിട്ട് വരും, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആയിട്ട് വരും. ക്ലിയർ? ഷോർട്ട് ടേം ലോൺസ് ആയിട്ട് വരാം. ഇങ്ങനെയുള്ള എല്ലാ കേസസും ബാങ്ക് ക്രെഡിറ്റ് എന്നുള്ള രീതിയിലാണ് വരിക. ക്ലിയർ? അപ്പോൾ ബാങ്കിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? എന്താണ് ബാങ്ക്, എങ്ങനെയൊക്കെയാണ് ക്രെഡിറ്റ് കൊടുക്കുക? ഷോർട്ട് ടേം ലോൺസ് ആയിട്ട് വരാം. ക്ലിയർ? ദെൻ അതുപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കാം, ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ക്ലിയർ? ബിൽ ഡിസ്കൗണ്ടിങ്, ഓക്കെ, ബിൽ ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് ആയിട്ട് കൊടുക്കാം. അതൊക്കെ ബാങ്ക് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് നിന്നാണ്. കസ്റ്റമർ അഡ്വാൻസസ്. ക്ലിയർ? ചില കമ്പനിയുടെ പോളിസീസ് അനുസരിച്ച് ക്ലിയർ പേയ്മെൻറ്റ്, കസ്റ്റമേഴ്സിനുള്ള പേയ്മെൻറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറയാറുണ്ട്. ക്ലിയർ? അപ്പം അങ്ങനെയുള്ള കേസ് നമ്മൾ അതിനെ പറയുന്ന പേരാണ് കസ്റ്റമർ അഡ്വാൻസസ്. ക്ലിയർ? അപ്പോൾ കമ്പനിക്ക് എന്ത് കിട്ടുന്നു? മെറ്റീരിയൽസ് വിൽക്കുന്നതിന് മുമ്പ് തന്നെ, സപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൈസ കിട്ടും. ക്ലിയർ? അപ്പം ഇങ്ങനെ കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ് പേയ്മെൻറ്റ് എന്തായിട്ട് ഉപയോഗിക്കാം? നമുക്ക് ഒരു സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം അല്ലേ? ഫണ്ട് മുൻകൂറായിട്ട് കിട്ടുകയാണ്. ക്ലിയർ? അത് സെയിൽ ചെയ്യുന്നത് വരെ, അതിൻ്റെ ഡെസ്പാച്ച് ചെയ്യുന്നത് വരെ അല്ലേ, അതിൻ്റെ ഡെലിവറി ചെയ്യുന്നത് വരെ ഈ പൈസ കമ്പനിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആയിട്ട് നമുക്ക് പറയാം. ട്രേഡ് ക്രെഡിറ്റ് ഉണ്ട് അല്ലേ? എന്താ ട്രേഡ് ക്രെഡിറ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ? സോ വാട്ട് ഈസ് ട്രേഡ് ക്രെഡിറ്റ്? ഒരു കമ്പനി അല്ലെങ്കിൽ ബിസിനസ് അതിൻ്റെ കസ്റ്റമേഴ്സിന് എന്ത് ഓഫർ ചെയ്യുന്നു? ക്രെഡിറ്റ് കൊടുക്കും. അതുപോലെ തന്നെയാണ് ഈ കമ്പനിക്ക് എന്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്? ക്രെഡിറ്റ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ സപ്ലയേഴ്സുമായിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റിന് വാങ്ങിക്കുന്നു. ക്ലിയർ? അപ്പോൾ ക്രെഡിറ്റിന് വാങ്ങിക്കുന്ന മെറ്റീരിയൽസിൻ്റെ പർച്ചേസിൻ്റെ കോസ്റ്റ് ഉടനെ കൊടുക്കണോ? വേണ്ട. അപ്പോൾ 2 മാസം 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും അത് കൊടുക്കുക. അപ്പോൾ അത്രയും പീരീഡ് വരെ എന്ത് ചെയ്യാൻ പറ്റും? പൈസ കൊടുക്കുന്നത് നമുക്ക് എടുത്തു വയ്ക്കാം. ഇങ്ങനെ പൈസ കൊടുക്കേണ്ട ഒരു കാര്യം നമ്മൾ കൊടുക്കാതെ മാറ്റി വയ്ക്കാൻ കഴിയുന്നതും ഒരു സോഴ്സ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. ക്ലിയർ? അതുകൊണ്ട് ട്രേഡ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അതല്ലെങ്കിൽ ക്രെഡിറ്റിന് നമുക്ക് കിട്ടുന്ന സപ്ലൈസ്. ക്ലിയർ? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, ക്ലിയർ? ക്രെഡിറ്റ് പർച്ചേസ്, ഇതൊക്കെ എന്തായിട്ട് വരാം? ഒരു സോഴ്സ് ഓഫ് ക്യാപിറ്റലായിട്ട് നമുക്ക്, ഷോർട്ട് ടേം സോഴ്സ് ആയിട്ട് നമുക്ക് പറയാം. കാരണം അതിലൂടെ കമ്പനിക്ക് പൈസ കൊടുക്കേണ്ട വരുന്നില്ല. ഇപ്പം കൊടുക്കേണ്ട പൈസ പിന്നീട് കൊടുത്താൽ മതിയാകും. അതുകൊണ്ട് തന്നെ അതൊരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നു നമുക്ക് പറയാം. ദെൻ ഫാക്ടറിങ് ഈസ് അനദർ വേ. എന്താണ് ഫാക്ടറിങ്ങിൽ വരുന്നത്? സാധാരണഗതിയിൽ കമ്പനി അല്ലേ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും? അത്രയും എമൗണ്ട് കസ്റ്റമേഴ്സിന് കിട്ടണം അല്ലേ? പക്ഷെ ക്രെഡിറ്റിന് കൊടുക്കുകയാണെങ്കിൽ പൈസ കസ്റ്റമേഴ്സ് കൊടുക്കുകയോ കൊടുക്കില്ല. ചിലപ്പോൾ 1, 2, 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും കസ്റ്റമേഴ്സ് ഇതിൻ്റെ പൈസ കൊടുക്കുക. അപ്പോൾ ഇത്രയും പീരീഡ് വരെ കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടാനുള്ള പൈസ ബ്ലോക്ക് ആയിരിക്കും അല്ലേ? ഇത് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുമ്പോൾ കമ്പനികൾക്ക് ഫിനാൻഷ്യൽ ഷോർട്ടേജ് വരും. ക്ലിയർ? ലിക്വിഡിറ്റി പ്രോബ്ലം വരും, ക്യാഷ് ഫ്ലോ പ്രോബ്ലം വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ കമ്പനികൾക്കുള്ളൊരു ഓപ്ഷനാണ് എന്ത്? ഫാക്ടറിങ് അല്ലേ? ഇതെല്ലാം നിങ്ങൾ ഫിനാൻഷ്യൽ സർവീസിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു? അവർക്ക് കിട്ടിയിരിക്കുന്ന അവരുടെ ക്രെഡിറ്റ് സെയിൽസിനെ, ഡെപ്റ്റേഴ്സിനെ, സൺഡ്രി ഡെപ്റ്റേഴ്സിനെ, അതിന് അക്കൗണ്ട്സ് റിസീവബിൾസ് എന്നാണ് പറയുക. ഈ അക്കൗണ്ട്സ് റിസീവബിൾസിനെ
ഒരു ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഫാക്ടറിങ് ഏജൻസ് എന്ന് പറയും, നമ്മളവരെ ഈ ഫാക്ടേഴ്സിന് എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ 80% 90% വാങ്ങിക്കുന്നു. ക്ലിയർ? ദെൻ ഈ ട്രേഡ് റിസീവബിൾ ഇത്ര എങ്ങനെ വിൽക്കുന്ന ട്രേഡ് റിസീവേഴ്സിൻ്റെ എമൗണ്ട് ഫാക്ടേഴ്സ് ആയിരിക്കും പിന്നീട് കളക്ട് ചെയ്യുക, ഫാക്ടറിങ് ഏജൻസ് ആയിരിക്കും പിന്നീട് കളക്ട് ചെയ്യുക. അവർ കളക്ട് ചെയ്ത ശേഷം അവരുടെ കമ്മീഷൻ എടുത്ത് ബാക്കി എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം കമ്പനിക്ക് കൊടുക്കുന്നു. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഏർപ്പാട് ഒരു ഫിനാൻസിങ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ തന്നെ അക്രൂവൽസ് അല്ലേ ഒരു വേറൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്കറിയാൻ പറ്റും അല്ലേ, കൊടുക്കുന്ന പേയ്മെൻറ്റ് അക്രൂവൽസ് നമ്മൾ പറയാറുണ്ട്. ക്ലിയർ? എക്സ്പെൻസസ് അക്രൂവൽ പറയാറുണ്ട് അല്ലേ. എന്തൊക്കെയാണ് അതിന് എക്സാമ്പിൾ? ഒരു പക്ഷേ വേജസ് കൊടുക്കേണ്ടത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓരോ ദിവസമാണ് നമുക്ക് പണി ചെയ്യുന്നത് അല്ലേ, ആ പണി ചെയ്യുന്ന ദിവസത്തെ പേയ്മെൻറ്റൊക്കെ അത് ആ ദിവസം കൊടുക്കുകയോ കൊടുക്കില്ല, പിന്നെ എപ്പോഴാണ് കൊടുക്കുക? ഫോർ എക്സാമ്പിൾ ഡെയിലി വേജസ് ആണെങ്കിൽ പോലും ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ആഴ്ച വരെയുള്ളത് കൂട്ടിയിട്ട് അല്ലേ ആ അടുത്ത ആഴ്ചയുടെ എപ്പോഴെങ്കിലും ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അത്രയും ദിവസം നമുക്ക് ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അതുപോലെ തന്നെ സാലറി കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും, ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും സാലറി കൊടുക്കുക അല്ലേ. അപ്പോൾ ജനുവരി 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 31-ാം തീയതി കഴിഞ്ഞ് 1-ാം തീയതിയോ 2-ാം തീയതിയോ 3-ാം തീയതിയോ 4-ാം തീയതി ആയിട്ടായിരിക്കും അതിൻ്റെ പൈസ കൊടുക്കുക, ഫെബ്രുവരി മാസം. ക്ലിയർ? അപ്പോൾ ഫെബ്രുവരിയിൽ മാത്രമേ ജനുവരിയിലെ സാലറി കിട്ടുള്ളൂ. അപ്പോൾ ജനുവരി വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ശമ്പളം അല്ലേ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഷോർട്ട് ടേം സോഴ്സസ് ആയിട്ട് അത് ഉപയോഗിക്കാം. കാരണം എന്താ, കോസ്റ്റുകൾ ഓരോ ദിവസവും ഇൻകർ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. ഇറ്റ് ഈസ് ബീങ് ഡെഫേർഡ്. ക്ലിയർ? അതിനെ പോസ്റ്റ്പോൺ ചെയ്തിട്ട് അക്രൂവൽ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നു അല്ലേ. അതിൽ എംപ്ലോയീസിന് കൊടുക്കേണ്ട ബോണസോ ഇൻസെൻറ്റീവ്സോ അതൊക്കെ എപ്പോഴെങ്കിലും ആയിരിക്കും കൊടുക്കുക, പക്ഷേ ഇത് അക്രൂവൽ ചെയ്യുന്നത് കഴിഞ്ഞൊരു പീരീഡിലായിരിക്കും. ക്ലിയർ? അപ്പം അങ്ങനെ വരാവുന്നതിനെ അക്രൂവൽസും ഒരു ഷോർട്ട് ടേം സോഴ്സസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഡെഫേർഡ് ഇൻകം. ക്ലിയർ? ഡെഫേർഡ് ഇൻകം എന്താ, ഇൻകം നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അല്ലേ അതിൻ്റെ അക്രൂവൽ ഇപ്പോൾ ആയിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസസിൽ അതിനെ ഡെഫേർഡ് ഇൻകം ആയിട്ട് പറയാം. ക്ലിയർ? ഇതും നമുക്ക് ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ? അതുപോലെ തന്നെയാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് അല്ലേ. എന്താ കൊമേഴ്ഷ്യൽ പേപ്പർ? ഈ ഡെഫേർഡ് ഇൻകത്തിന് ഒരു എക്സാമ്പിൾ എന്താ, മേ ബി റെൻറ്റ് അല്ലേ. റെൻറ്റ് ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ടായിരിക്കും നമുക്ക് റെമിറ്റ് ചെയ്യുക. ക്ലിയർ? കുറേ വർഷത്തെ റെൻറ്റ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടാം. ഡെഫേർഡ് ആണ്. ക്ലിയർ? ഇൻകം ആണ് ബട്ട് ഡെഫേർഡ് ആണ്. ക്ലിയർ? റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലിയർ? അതുപോലെ കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഒരു കമ്പനികൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കസ്റ്റമേഴ്സ് നിന്ന് വെറുതെ കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്ന അതിൽ നിന്ന് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കുന്നു. ക്ലിയർ? ഇങ്ങനെ കൊമേഴ്ഷ്യൽ പേപ്പർ എന്നാണ് പറയാം അല്ലേ. അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽസ് എന്ന് പറയും. ക്ലിയർ? ട്രേഡ് ബിൽസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽ എന്ന് പറയും. ക്ലിയർ? കൊമേഴ്ഷ്യൽ പേപ്പർ CP വേറൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, സിമിലർ വേ. ക്ലിയർ? എങ്കിലും അപ്പോൾ ഇങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ ബില്ലുകളാണെങ്കിൽ അതിനെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. ബാങ്കിലൂടെയാണ് അത് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതിന് നമുക്ക് മറ്റുള്ള നമ്മുടെ ഓബ്ലിഗേഷൻ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, എൻഡോസ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കൊമേഴ്ഷ്യൽ ബിൽസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആയിട്ട് പറയാം. കൊമേഴ്ഷ്യൽ പേപ്പർ നിങ്ങൾ ഒരുപക്ഷെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. CPs ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള CPസും മണി മാർക്കറ്റിലുള്ള ഒരു ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിലൂടെയും കമ്പനികൾക്ക് വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ക്ലിയർ? അല്ലെങ്കിൽ അവർക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾമെൻറ്റ് ക്രെഡിറ്റ്, അതും വേറൊരു ഓപ്ഷനാണ്. ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ സാധനങ്ങളുടെ വില എന്ത് ചെയ്യുന്നു, കുറേ തവണകളായിട്ട് അടയ്ക്കുന്നു. ക്ലിയർ? അപ്പോൾ അപ്പോഴും നമുക്ക് ഫിനാൻസ് സേവ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ സം ഓഫ് ദി ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ്. സോ ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം ഫിനാൻസസ് ഒരു സോഴ്സായിട്ട് വരുമ്പോൾ തന്നെ മീഡിയം ടേം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേയധികം സോഴ്സസ് ഉണ്ട് അല്ലേ. എന്തൊക്കെയാണ് അങ്ങനെയുള്ള മീഡിയം ടേം സോഴ്സസ് എന്ന് പറയുന്നത്? ഒന്ന് ഇഷ്യൂ ഓഫ് ഡിബഞ്ചറാണ്. മീഡിയം ടേം ഇപ്പോൾ 1 വർഷം മുതൽ ഒരു 5 വർഷം വരെയുള്ള 3 വർഷം വരെയുള്ള ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മീഡിയം ടേം എന്ന് പറയാം. ക്ലിയർ? ഈ ഡിബഞ്ചറിന് ലോങ് ടേമായിട്ടും വരാം. ഓക്കെ. പ്രിഫറൻസ് ഷെയർസും ലോങ് ടേം ആയിട്ടും വരാം. ഓക്കെ. മീഡിയം ടേം ആയിട്ട്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തതിൻ്റെ പീരീഡ് വളരെ കുറവാണെങ്കിൽ അല്ലേ, ഒരു 5 years വരെയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് മീഡിയം ടേം സോഴ്സിൽ ഉൾപ്പെടുത്താം. ബാങ്ക് ലോൺസ് അല്ലേ, ചിലപ്പോൾ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ ഒക്കെ ബാങ്ക് ലോൺ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മീഡിയം ടേം സോഴ്സ് ആയിട്ട് വരും. പബ്ലിക് ഡിപ്പോസിറ്റ്സ് ഇപ്പോൾ നേരത്തെ ഉള്ള ഒരു കേസായിരുന്നു. ഇപ്പോൾ പബ്ലിക് ഡിപ്പോസിറ്റ്സ് കമ്പനികൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾക്ക് മാത്രം, NBFCസിന് മാത്രമാണെങ്കിൽ പബ്ലിക് ഡിപ്പോസിറ്റ്സ് വാങ്ങിക്കാം. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഡിപ്പോസിറ്റ് ഫ്രം പബ്ലിക്, ക്ലിയർ, അതും ഒരു മീഡിയം ടേം സോഴ്സസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഫിനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടതൊക്കെ പഠിച്ചിട്ടുണ്ടാവും.
ദെൻ ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടുന്ന മീഡിയം ടേം ലോൺസ് ഒരു പ്രധാനപ്പെട്ട ഘടകം. ബാങ്കുകളിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ കിട്ടുന്ന ലോണുകൾ. ക്ലിയർ? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മീഡിയം ടേം സോഴ്സസ്. ലോങ് ടേം സോഴ്സസിലേക്ക് വരാം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ലോങ് ടേം സോഴ്സസ്? ഇഷ്യൂ ഓഫ് ഷെയർസ്. ക്ലിയർ? ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ദെൻ പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ്. ഈ പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫിനാൻസിങ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയില്ല, ലാഭത്തിൽ നിന്നും മാറ്റിവെക്കുന്ന എമൗണ്ട്. ഇങ്ങനെ കുറേ വർഷം ലാഭത്തിൽ നിന്നും കുറച്ച് എമൗണ്ട് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷം കഴിയുമ്പോൾ അത് വലിയൊരു എമൗണ്ടുമായിട്ട് മാറും അല്ലേ. പിന്നീട് കമ്പനിയുടെ ഫ്യൂച്ചർ നീഡ്സിനൊക്കെ അതിൽ നിന്നും മീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ നമ്മൾ ചില കമ്പനികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ കോടി രൂപയായിരിക്കും അതിൻ്റെ റിസർവ്സ് സർപ്ലസ് ഉണ്ടാവുക. അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് റിസർവ്സ് ആൻഡ് സർപ്ലസ് കീപ്പ് ചെയ്യാൻ അവർക്ക് കഴിയും. ക്ലിയർ? സോ ഫ്യൂച്ചർ നീഡ്സ് ഒക്കെ അതിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ലോങ് ടേം സോഴ്സസ് ആയിട്ട് പറയാം റീറ്റെയിൻ ഏർണിംഗ്. ദെൻ ലോൺസ് ഫ്രം സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബാങ്ക് അല്ലേ. ഇപ്പോഴൊക്കെ ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എന്ത് ചെയ്യുന്നു? ടേം ലോൺസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ടേം ലോൺസ്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ ലോങ് ടേം സോഴ്സസിന് എക്സാമ്പിളാണ്. ദെൻ അക്കോർഡിംഗ് ടു ഓണർഷിപ്പ് അനുസരിച്ച് നമ്മൾ സോഴ്സ് ഓഫ് ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിട്ട് പറയാം. ഓണർഷിപ്പ് ക്യാപിറ്റൽ എന്നും ഓൺഡ് ക്യാപിറ്റൽ എന്നും ബോറോഡ് ക്യാപിറ്റൽ എന്നും. ഓൺഡ് ക്യാപിറ്റൽ നമുക്കറിയാൻ പറ്റും അല്ലേ. ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ, ഓണേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിനെ ഓൺഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻ ഏർണിങ്സ് അല്ലേ, പ്രോഫിറ്റ്സ്, സർപ്ലസസ്, ഇതൊക്കെ എന്താണ്? ഓൺഡ് ക്യാപിറ്റലാണ്. ഓൺഡ് ഫോം ഓഫ് സോഴ്സസ് ആണ്. ബോറോഡ് ക്യാപിറ്റൽ എന്താ? ഡിബഞ്ചർ, ബോണ്ട്, ടേം ലോൺസ്, പബ്ലിക് ഡിപ്പോസിറ്റ്സ്, ഇതൊക്കെ എന്താണ്? ബോറോഡ് ക്യാപിറ്റലാണ്. ഓക്കെ. ദെൻ അക്കോർഡിംഗ് ടു സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് നോക്കുകയാണെങ്കിൽ ഇന്റേണൽ സോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. എന്താണ് ഇന്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ? ഒരു കമ്പനി, ആ കമ്പനിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി കമ്പനിയിൽ നിന്ന് തന്നെ ഫിനാൻസ് കണ്ടെത്തുകയാണെങ്കിൽ അതിനെ ഇന്റേണൽ സോഴ്സ് അല്ലേ. അതിന് നമുക്കൊരു എക്സാമ്പിളാണ് പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ്. ക്ലിയർ? റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഡിപ്രീസിയേഷൻ ഫണ്ട്, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ, ഇതൊക്കെ കമ്പനി തന്നെ ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടി എടുത്തു വയ്ക്കുന്ന പൈസകളാണ്. ക്ലിയർ? ഇങ്ങനെ റിസർവ്സോ സർപ്ലസോ ക്ലിയർ അതുപോലെ തന്നെ പ്രൊവിഷൻസോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇൻറ്റേർണൽ സോഴ്സസ് ആയിട്ട് പറയാം. എക്സ്റ്റേണൽ സോഴ്സ് എന്താ? ഷെയർസ്, ഡിബഞ്ചർ അല്ലെങ്കിൽ പബ്ലിക് ഡിപ്പോസിറ്റ്സ്, ഇതെല്ലാം കമ്പനിയുടെ പുറമേ ഇഷ്യൂ ചെയ്യുന്നതാണ്. ക്ലിയർ? അപ്പോൾ കമ്പനിയിൽ നിന്നല്ലാതെ പുറമേ നിന്നും ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ അതിനെന്ത് വരുന്നു? എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയും. അപ്പോൾ ഇൻറ്റേർണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സസും. ഇന്റേണൽ സോഴ്സസ് ഉപയോഗിക്കുമ്പോൾ അതിനെ ഇന്റേണൽ ഫിനാൻസിങ് എന്ന് പറയും അല്ലേ. എക്സ്റ്റേണൽ സോഴ്സസ് ഉപയോഗിക്കുമ്പോൾ എക്സ്റ്റേണൽ ഫിനാൻസിങ് എന്ന് പറയും. ദെൻ അക്കോർഡിംഗ് ടു മോഡ് ഓഫ് ഫിനാൻസിങ് എന്ന് നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി ഫിനാൻസിങ് ഒരു എക്സ്റ്റേണൽ ഫിനാൻസിങ് ഉണ്ട്, ഇന്റേണൽ ഫിനാൻസിങ് ഉണ്ട്. ദെൻ ലോൺ ഫിനാൻസിങ് ത്രൂ റേസിങ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ലോൺസ്, അങ്ങനെയും ക്ലിയർ. അപ്പോൾ ലോൺസ് വഴിയുള്ള ഫിനാൻസിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റേണൽ ഫിനാൻസിങ് എന്ന് പറയുന്ന റീറ്റെയിൻഡ് ഏർണിംഗ്, റിസർവ്സ്, സർപ്ലസ് അങ്ങനെയുള്ളത് വരാം. അതുപോലെ എക്സ്റ്റേണൽ ഫിനാൻസിങ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഫിനാൻസിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താ? അവിടെ സെക്യൂരിറ്റീസാണ് ഇഷ്യൂ ചെയ്യുക. ക്ലിയർ? അപ്പോൾ അങ്ങനെ സെക്യൂരിറ്റി ഫോം ഓഫ് ഫിനാൻസിങ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ സെക്യൂരിറ്റി ഫോം ഓഫ് ഫിനാൻസിങ്ങിൻ്റെ ഒരു ഡയഗ്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും സെക്യൂരിറ്റി ഫോം ഓഫ് ഫിനാൻസിങ് നമുക്ക് രണ്ടായിട്ട് പറയാം. ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് എന്നും ക്ലിയർ, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഓൺഡ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലും, അല്ലെങ്കിൽ ഓണർഷിപ്പ് സെക്യൂരിറ്റീസും ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസും, ക്ലിയർ, ഡെപ്റ്റ് സെക്യൂരിറ്റീസും. അപ്പോൾ എന്താണ് ഈ ഓണർഷിപ്പ് സെക്യൂരിറ്റീസിൽ വരുന്നത്? അപ്പോൾ അതിൽ വരുന്നൊരു കാര്യമാണ് ക്ലിയർ ഓർഡിനറി ഷെയർസ്, ക്ലിയർ, ഓർ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ക്ലിയർ, അതുപോലെ തന്നെ നോൺ പാർ സ്റ്റോക്ക്, ക്ലിയർ, ഫേസ് വാല്യൂ കാണിക്കാത്ത സ്റ്റോക്ക്, ക്ലിയർ, അതുപോലെ തന്നെ ഡെഫേർഡ് ഷെയർസ്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഷെയർസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പം അത്തരത്തിലുള്ള ഷെയർസ്, ഇതിൽ പ്രിഫറൻസ് ഷെയർസ് മാത്രം ചില സമയത്ത് ബോറോഡ് ക്യാപിറ്റലായിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി ആയിട്ട് വരിക. ക്ലിയർ? അപ്പോൾ ഇപ്പോഴത്തെ കേസ് അനുസരിച്ച് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമുക്കൊരു ഡെപ്റ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ക്ലിയർ? കാരണം അതെന്ത് ചെയ്യണം? റീപേ ചെയ്യേണ്ടതുണ്ട്, റിഡീം ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ? ബട്ട് റീപേ ചെയ്യുന്ന സമയത്ത്, റിഡീം ചെയ്യുന്ന സമയത്ത് കൺവേർട്ടബിൾ ആണെങ്കിൽ, ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പോർഷൻ എത്രയാണോ അതിന് തുല്യമായിട്ടുള്ളതിനെ നമുക്ക് ഓൺഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. ക്ലിയർ? ദെൻ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി വരുമ്പോൾ ബോണ്ട്, ഡിബഞ്ചർ,
ഇതൊക്കെ സെക്യൂരിറ്റീസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഒരു ചെറിയൊരു അർത്ഥം, ചെറിയൊരു ഇത് വരെ പ്രിഫറൻസ് ഷെയർസിനെയും ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി തന്നെ ഉൾപ്പെടുത്താം. ക്ലിയർ? ഇനി നമ്മൾ നോക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ? ഓൺഡ് സോഴ്സസ് ഏതൊക്കെയാണ്, ബോറോഡ് സോഴ്സസ് ഏതൊക്കെയാണ്, അല്ലേ? കൈൻഡ് ഓഫ് ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരിക. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കുന്നത്. ക്ലിയർ? ഇപ്പം ചില രാജ്യങ്ങളിൽ, USA പോലുള്ള രാജ്യങ്ങൾ, USA കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ എന്തുണ്ട്, കമ്പനികൾക്ക് നോ പാർ സ്റ്റോക്ക്, പാർ വാല്യൂ കാണിക്കാതെ എന്ത് ചെയ്യുന്നു, ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ക്ലിയർ? അപ്പം അങ്ങനെയുള്ള ഏർപ്പാടിന് നമ്മൾ നോ പാർ സ്റ്റോക്ക് കൊണ്ട് മീൻ ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് കൻ നോട്ട് ബി ഇഷ്യൂഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നിയമ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് വി കൻ നോട്ട് ഇഷ്യൂ നോ പാർ സ്റ്റോക്ക്. ക്ലിയർ? പാർ വാല്യൂ കാണിക്കാതെ നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. So different types of shares issued to suit the requirements of investors. Some അല്ലേ, ഓരോന്നിൻ്റെയും അല്ലേ, ഇപ്പം നോൺ വോട്ടിങ് NVR ഷെയർസ് ഉണ്ട്, നോൺ വോട്ടിംഗ് റൈറ്റ് ഷെയർസ് ആണ്. ഈക്വിറ്റി ഷെയറിന് തന്നെ ഒരു വേരിയൻ്റ് ആണ്. ക്ലിയർ? അവിടെ എന്ത് ചെയ്യുന്നു, വോട്ടിംഗ് റൈറ്റ്സ് മാത്രം നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നു, ഇല്ലാതാക്കുന്നു. ക്ലിയർ? അങ്ങനെ വരുന്നു. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ഷെയർസ്, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഷെയർസ്, DVR ഷെയർ എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള ഷെയർസും ഇക്വിറ്റി ഷെയറിൻ്റെ ഒരു വേരിയൻ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇപ്പം വരുന്നുണ്ട്. പക്ഷേ ഓക്കെ, സോ അതുപോലെ തന്നെ ഡെഫേർഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഡെഫേർഡ് ഷെയർസ് അല്ലേ. ഇപ്പോൾ ഇന്ത്യയിൽ അതില്ല എങ്കിൽ പോലും വിദേശ USA പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളൊരു ഏർപ്പാടാണ്. അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സ് അവരുടെ റൈറ്റ് അല്ലേ, ചില റൈറ്റ് എന്ത് ചെയ്യുന്നു, വേണ്ടാന്ന് വയ്ക്കുന്നു. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയിൽ നമുക്കറിയാൻ പറ്റും, ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിനുള്ള പേയ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേയ്മെൻറ്റും കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ക്ലെയിമൻസ് ആണ് എന്താ പറയുന്നത്, ഓർഡിനറി ഷെയർസ് എന്ന് പറയുന്നത്, അല്ലേ, ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്തുണ്ട്, അസറ്റ്സിന് മുകളിൽ ക്ലെയിം ഉണ്ട്. ക്ലിയർ? അപ്പോൾ ആഫ്റ്റർ മേക്കിംഗ് പേയ്മെൻറ്റ് ടു ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ആഫ്റ്റർ മേക്കിംഗ് പേയ്മെൻറ്റ് ടു ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ആഫ്റ്റർ മേക്കിംഗ് അല്ലേ, ബാക്കിയുള്ള എല്ലാ എമൗണ്ടും കിട്ടാനുള്ള എലിജിബിലിറ്റി ഉള്ള ആൾക്കാരാണ് ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ്. ക്ലിയർ? ഇപ്പോൾ ചില കേസസിൽ എന്ത് ചെയ്യുന്നു, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൽ തന്നെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് തന്നെ ഇക്വിറ്റി ഷെയർസ് തന്നെ എന്തായിട്ട് ഇഷ്യൂ ചെയ്യുന്നു, ഡെഫേർഡ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സിന് അസറ്റ്സിന് മുകളിൽ റൈറ്റ് ഉണ്ടാവില്ല. ദേ വിൽ നോട്ട് ഹാവ് എനി റൈറ്റ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി. ക്ലിയർ? പക്ഷെ എന്ത് കിട്ടും, അവർക്ക് ഡിവിഡൻഡ് മാത്രം കിട്ടും. ക്ലിയർ? ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രം കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ടാവും. ഒരു ഹൈ റിസ്ക് ക്യാപിറ്റലാണിത്. അതായത് അവർ ക്ലെയിം ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പൈസ തിരിച്ചു കൊടുത്തു, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പൈസയും തിരിച്ചു കൊടുത്തു, ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സായിട്ട് ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയും പൈസ കൊടുത്ത ശേഷം ക്ലിയർ ബാക്കി ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കേണ്ട ഷെയർ ഹോൾഡേഴ്സാണ് ആര്, ഡെഫേർഡ് ഷെയർ ഹോൾഡേഴ്സ്. ക്ലിയർ? സോ ദേ ആർ ഡെഫറിങ് ദർ റൈറ്റ്സ് ക്ലിയർ ഇൻ ഫേവർ ഓഫ് അതേഴ്സ്. മറ്റുള്ള ആൾക്കാർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം മതി എന്നുള്ള രീതിയിൽ അസറ്റ്സിനോടുള്ള ക്ലെയിം പോലെ അവരെന്ത് ചെയ്യുന്നു, വേണ്ടാന്ന് വെച്ചു. അങ്ങനെയുള്ള ഷെയർസിന് നമ്മൾ ഡെഫേർഡ് ഷെയർസ് എന്ന് പറയും. ക്ലിയർ? ബട്ട് ഇൻ ഇന്ത്യ വി കനോട്ട് ഇഷ്യൂ ഡെഫേർഡ് ഷെയർസ്. പക്ഷെ ഇങ്ങനൊരു ഷെയർസ് ഇവിടെ ഉണ്ട്. ക്ലിയർ? സോ ഇനി ഈക്വിറ്റി ഷെയർസ് എന്താണ്, ഈ ഈക്വിറ്റിയുടെ പ്രത്യേകത എന്താണ് അല്ലേ, ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിൻ്റെ PDF നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്, അല്ലെങ്കിൽ പഴയതെല്ലാം നോക്കിയിട്ട് ഇതിൻ്റെ മീനിങ്, നേച്ചർ, ഫീച്ചറൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെച്യൂരിറ്റി ഒരു ഫിക്സ്ഡ് മെച്യൂരിറ്റി ഉണ്ടാവില്ല അല്ലേ. റൈറ്റ് ടു ഇൻകം അവർക്ക് കിട്ടുന്ന റെസിഡ്യുവൽ ക്ലെയിമൻസ് ആണ് ഇവർ. ക്ലിയർ? വേരിയബിൾ ആയിരിക്കും അവരുടെ ക്ലെയിം. അതുകൊണ്ട് ഇത്തരം ഇക്വിറ്റി ഷെയർസിന് വേരിയബിൾ ഇൻകം സെക്യൂരിറ്റീസ് എന്നാണ് പറയുക. ക്ലിയർ? റെസിഡ്യുവൽ ക്ലെയിമൻസ് ആയിരിക്കും അവർക്ക് വരിക. എന്താ റെസിഡ്യുവൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുത്ത് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് കിട്ടുക. അതുപോലെ ക്ലെയിം ഓൺ അസറ്റ്സിൻ്റെ ക്ലെയിമും ഡിബഞ്ചർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും എല്ലാം കൊടുത്ത് റെസിഡ്യുവൽ ക്ലെയിമൻസ് ആയിട്ടാണ് അസറ്റ്സിലും വരിക.
അല്ല റൈറ്റ് ടു കൺട്രോൾ അല്ലെ, വോട്ടിംഗ് റൈറ്റ്സും റൈറ്റ് ടു കൺട്രോൾ ഒക്കെ ആരുടെ കൈവശമായിരിക്കും? ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ കൈവശമായിരിക്കും. കാരണം അവർ ഈ റിസ്ക് ഏറ്റെടുക്കുന്നതിൻ്റെ ഫലമായി കമ്പനിയുടെ മാനേജ്മെൻറ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സെലക്ഷൻ അല്ലെ, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രീഎംപ്റ്റീവ് റൈറ്റ്, ക്ലിയർ, ഇങ്ങനെയുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു കമ്പനി അഡീഷണൽ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി അല്ലേ ഒരു ഏർപ്പാട് അല്ലേ, ഇങ്ങനെയൊരു റൈറ്റ് ഉണ്ട്. അതിന് നമ്മൾ പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്ന് പറയും. ക്ലിയർ. അപ്പോൾ പ്രീഎംപ്റ്റീവ് റൈറ്റുള്ള ഷെയർ ഹോൾഡേഴ്സാണ് അവർ. ലിമിറ്റഡ് ലയബിലിറ്റിയാണ് അവർക്ക് ഉണ്ടാവുക. അവർ എത്രയാണോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അത്ര മാത്രമേ അവരുടെ ലയബിലിറ്റി വരുള്ളൂ. ക്ലിയർ. സോ എത്ര രൂപയാണോ അല്ലെങ്കിൽ എത്ര രൂപയുടെ ക്യാപിറ്റലാണോ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അത്രയും രൂപയുടെ മാത്രമേ ലയബിലിറ്റി ഉള്ളൂ. അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും എന്ത് ചെയ്യുന്നില്ല, ലയബിൾ ആവുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈക്വിറ്റി ഷെയർസിൻ്റെ പ്രത്യേകത. നമുക്കറിയാം അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ക്ലിയർ. അതെല്ലാം നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന പോയിന്റ്സ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പ്രിഫറൻസ് ഷെയർസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. രണ്ട് പ്രധാനപ്പെട്ട റൈറ്റ്സ് ഉള്ള ഷെയർസിനെയാണെന്ന് പറയുക പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം അല്ലേ. എന്തൊക്കെയാണത്? പ്രിഫറൻസ് ഓൺ ദി preference in getting dividend, okay, and preference in getting repayment of capital. Okay, ഇത് രണ്ടും ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് മുമ്പ്, ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പ് ഡിവിഡൻഡ് കിട്ടാനും ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിനെ ക്യാപിറ്റൽ റീപേ ചെയ്യുന്നതിന് മുമ്പ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടാനും എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് അല്ലേ, കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഒരു വർഷം പ്രോഫിറ്റ് ഇല്ലെങ്കിലും ആ വർഷത്തെ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എപ്പോഴാണോ പ്രോഫിറ്റ് ഉണ്ടാകുന്നത് ആ വർഷം എന്ത് ചെയ്യുന്നു, എത്ര വർഷത്തേക്ക് നമ്മൾ പ്രോഫിറ്റ് ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലയോ അതെല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് കുമുലേറ്റ് ചെയ്ത് കൂട്ടിയിട്ട് കൊടുക്കണം. ഇങ്ങനെ ഉള്ള ഇതിനെ നമ്മൾ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിൽ അതുണ്ടാവില്ല. ലാഭമുള്ള വർഷത്തിൽ ഡിവിഡൻഡ് കൊടുക്കും, ലാഭമില്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കില്ല. റെഡീമബിൾ എന്ന് പറയുന്നത് ഒരു നിശ്ചിത വർഷം കഴിഞ്ഞ് റെഡീം ചെയ്യേണ്ട പ്രിഫറൻസ് ഷെയർസാണ്. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് റിഡീം ചെയ്യേണ്ടാതെ പെർപ്പീച്വലായിട്ട് നിൽക്കുന്ന പ്രിഫറൻസ് ഷെയർസാണ്. പക്ഷേ ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് ഈ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുപോലെ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് നമുക്കറിയാൻ പറ്റും. കമ്പനിയുടെ പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേഷനുള്ള പ്രിഫറൻസ് ഷെയർസിന് എന്താ പറയുക, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്തായിരിക്കും? പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യുന്നു, അവർക്ക് നിശ്ചിത റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടുകയും ചെയ്യും. പിന്നീട് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് കൂടുതലുള്ള വർഷങ്ങളിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ആ പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചയ ശതമാനം ഇവർക്ക് കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ടാകും. ഇങ്ങനെ നിശ്ചയ ശതമാനത്തിൽ ഡിവിഡൻഡിന് പുറമെ റിമൈനിങ് പ്രോഫിറ്റിൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റൈറ്റ് ഉള്ള ആൾക്കാരെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസിന് ഇങ്ങനെയുള്ള റൈറ്റ് ഉണ്ടാവില്ല. അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രമേ കിട്ടുള്ളൂ. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ അല്ലെ. കൺവേർട്ടബിൾ ആകുമ്പോൾ ഇക്വിറ്റി ആയിട്ടോ ഡിബഞ്ചർ ആയിട്ടോ അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനോടുകൂടിയായിരിക്കും ഇത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസിൽ അതിൻ്റെ കൺവേർഷൻ ഉണ്ടാവില്ല. ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഡിഫറെൻ്റ് ആയിട്ടുള്ള മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. ക്ലിയർ. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 20 വർഷം വരെയുള്ള പ്രിഫറൻസ് ഷെയർസൊക്കെയാണ് ഇഷ്യൂ ചെയ്യുക. ക്ലിയർ. ദെൻ ക്ലെയിം ഓൺ ഇൻകം. ക്ലിയർ. ഇൻകത്തിൻ്റെ ക്ലെയിം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്നും ഡിവിഡൻഡ്, ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവരുടെ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ ക്ലെയിം ഓൺ അസറ്റ്സ് ബിഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ടു അല്ലെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇവർക്ക് അസറ്റ്സിൽ നിന്ന് റിയലൈസ് ചെയ്യുന്ന പൈസ റീപേയ്മെൻറ്റ് ചെയ്ത് കിട്ടാൻ, അവരുടെ ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ കൺട്രോൾ, നോർമലി അവർക്ക് കൺട്രോൾ ഉണ്ടാവില്ല. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റിനെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനമാണെങ്കിൽ അതിൽ അത്തരം സന്ദർഭങ്ങളിൽ റൈറ്റ് ടു വോട്ട് ആൻഡ് പാർട്ടിസിപ്പേറ്റ് അതൊക്കെ ഉണ്ടാവും. പ്രിഫറൻസ് ഷെയർസിൻ്റെ വേറൊരു പ്രത്യേകത ഒരു ഹൈബ്രിഡ് ഫോം ഓഫ് സെക്യൂരിറ്റിയാണ് അല്ലേ. കൺവേർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ആ കൺവേർട്ടബിൾ പോർഷനെ ഇക്വിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, നോൺ കൺവേർട്ടബിൾ ആണെങ്കിൽ അതിനെ ഡെപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ക്ലിയർ. അതുപോലെ പെർപ്പീച്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറഡീമബിൾ ആണെങ്കിൽ അതിനെ ഇക്വിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഇറഡീമബിൾ അല്ല റെഡീമബിൾ ആണെങ്കിൽ അതിനെ ഡെപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ നേച്ചർ അനുസരിച്ച് ഇത് ഹൈബ്രിഡ് ആയിട്ട് ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും ഫീച്ചേഴ്സ് ഒരുപോലെ വരുന്നതായതുകൊണ്ട് ഇതിനെ ഹൈബ്രിഡ് സെക്യൂരിറ്റി, ഹൈബ്രിഡ് ഫോം ഓഫ് സെക്യൂരിറ്റി ആയിട്ടാണ് പറയപ്പെടുക. ക്ലിയർ. then അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും നമുക്ക് തന്നെ പറയാൻ പറ്റും അല്ലേ. കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ട്, ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് കൊടുത്താൽ മതി, ക്യാപിറ്റൽ കിട്ടുന്നു അല്ലേ. അതുപോലെ തന്നെ കോസ്റ്റ് അല്ലേ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ കുറവായിരിക്കും. അങ്ങനെ കുറേയധികം അഡ്വാൻറ്റേജ് പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിലുണ്ടാവും.
കമ്പനിക്ക് ഉണ്ടാകും. അതുപോലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിൽക്കുകയാണെങ്കിലോ റിസ്ക് ഇല്ലാതെ തന്നെ ഡിവിഡൻഡ് കൂടുതൽ കിട്ടുന്നു. ഡിബഞ്ചേഴ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുണ്ട്. റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അഷ്യൂർഡ് ആയിരിക്കും അല്ലേ. അസസ്സിന് മുകളിൽ ക്ലെയിം ഉള്ളതുകൊണ്ട് അവർക്ക് ആദ്യം കിട്ടും. അസസ്സിന് അതുപോലെ ഇൻകത്തിന് മുകളിൽ പ്രിഫറൻസ് ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ ഡിവിഡൻഡ് കിട്ടും. കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ ഒരു വർഷം ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിലും തുടർന്നുള്ള വർഷങ്ങളിൽ അത് കിട്ടാൻ സാധ്യതയാണ്. ഇങ്ങനെ കുറേയധികം അഡ്വാൻറ്റേജ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അല്ലേ. കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അല്ലേ പ്രിഫറൻസ് ഷെയർസ് പലപ്പോഴും ഒരു ഷെയർ എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ഇതിന് ടാക്സ് അഡ്വാൻറ്റേജോ ടാക്സ് ഷീൽഡൊന്നും കിട്ടുന്നില്ല കമ്പനിക്ക്. പക്ഷേ ഫിക്സഡ് ആയിട്ടുള്ളൊരു ഡിവിഡൻഡ് കൊടുക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോബ്ലം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിക്സഡ് റീപേയ്മെൻറ്റ്, ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് പേയ്മെൻറ്റ്, ഇതൊക്കെ ഒരു ഒബ്ലിഗേഷനായിട്ട് കമ്പനിക്ക് വരാം. ക്യാഷ് ഫ്ലോസ് ഇല്ല എങ്കിൽ അല്ലേ അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. ലിക്വിഡിറ്റി പൊസിഷൻ വീക്ക് ആയിരിക്കുന്ന സമയത്ത് ഇത് ബുദ്ധിമുട്ടായിട്ട് മാറും. ഓക്കെ. അതുപോലെ തന്നെ കുമുലേറ്റീവ് ഒക്കെ ആണെങ്കിൽ അല്ലേ അരിയർ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്നിച്ച് കൊടുക്കേണ്ടി വരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ഡിസഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും അതൊരു ഡെപ്റ്റ് സെക്യൂരിറ്റി അല്ലാത്ത ഇതുകൊണ്ട് പലപ്പോഴും എന്തായിട്ട് വരുന്നു, ക്യാപിറ്റലിൻ്റെ റീപേയ്മെൻറ്റോ അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇല്ലാത്ത വർഷങ്ങളിലൊക്കെ ഇതൊരു പ്രോബ്ലമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓക്കെ. ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി നമുക്കറിയാൻ പറ്റും അല്ലേ. ഡിബഞ്ചേഴ്സ്, ബോണ്ട്, ഇതിനെയൊക്കെയാണ് നമ്മൾ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി കൊണ്ട് മീൻ ചെയ്യുക അല്ലേ. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന ഡിബഞ്ചറിൻ്റെ ടൈപ്പ്? സിമ്പിൾ, നേക്ഡ് ഓർ അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം കേട്ടോ. സെക്യൂർഡ് അല്ലെങ്കിൽ മോർഗേജ് ഡിബഞ്ചർ, ക്ലിയർ. ഇവിടെ പ്ലഡ്ജൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അസറ്റ്സിനൊക്കെ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടാവും, ക്ലിയർ. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ബിയർ ഡിബഞ്ചേഴ്സ് ഉണ്ട് അല്ലേ. ഡിബഞ്ചേഴ്സിൽ ആർക്കാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന പേര് കാണിക്കാതെ ഇഷ്യൂ ചെയ്യുമ്പോൾ ബിയർ എന്ന് പറയും. രജിസ്റ്റേർഡ് ഡിബഞ്ചർ ഉണ്ടാവും. ആ രജിസ്റ്റേർഡ് ഡിബഞ്ചറിൽ ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് അയാളുടെ പേരും മറ്റുള്ള കാര്യങ്ങളൊക്കെ കമ്പനിയുടെ രജിസ്റ്ററിൽ എഴുതിയിട്ടായിരിക്കും അത് കൊടുക്കുക. അത് ഡിബഞ്ചറിലെ സർട്ടിഫിക്കറ്റിലും അയാളുടെ പേരുണ്ടാവും, ക്ലിയർ. അതുപോലെ തന്നെ റിഡീമബിൾ ഡിബഞ്ചേഴ്സ്, അതുപോലെ ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് അല്ലേ. തിരിച്ചു കൊടുക്കേണ്ടതും തിരിച്ചു കൊടുക്കേണ്ടാത്തുള്ള ഡിബഞ്ചേഴ്സ് ഉണ്ട്. കൺവേർട്ടബിളും നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ഉണ്ട് അല്ലേ. നോൺ കൺവേർട്ടബിൾ ആണെങ്കിൽ അത് എങ്ങനെയൊക്കെ വരും? കൺവേർട്ടബിൾ ഒക്കെ ആണെങ്കിൽ എങ്ങനെ വരും അല്ലേ. നോൺ കൺവേർട്ടബിൾ ആണെങ്കിൽ നമ്മൾ തന്നെ NCD, നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്നാണ് പറയുക. കൺവേർട്ടബിൾ ആണെങ്കിൽ ഫുള്ളി കൺവേർട്ടബിൾ FCD എന്ന് പറയും, പാർട്ട്ലി കൺവേർട്ടബിൾ PCD എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സീറോ കൂപ്പൺ ഡിബഞ്ചർ അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോണ്ടുകളുണ്ട് അല്ലേ. സീറോ ഇൻട്രസ്റ്റ് ബോണ്ടുകളുണ്ട്. ഓക്കെ. സീറോ ഇൻട്രസ്റ്റ് ബോണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ? അത്തരത്തിലുള്ള ബോണ്ടുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ക്ലിയർ. അവർ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? യൂഷ്വലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, ക്ലിയർ. അത് ഇഷ്യൂ ചെയ്യുന്നത് കൺവേർട്ടബിൾ ഡിബഞ്ചർ ആയിട്ടായിരിക്കും വരിക. സാധാരണ ഇൻട്രസ്റ്റ് അതിൽ കാണിക്കാറില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത പീരീഡിന് ശേഷം ഈ ഡിബഞ്ചേഴ്സിനെ ഇക്വിറ്റി ഷെയർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സെക്യൂരിറ്റി ആയിട്ടോ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യും, ക്ലിയർ. സീറോ കൂപ്പൺ ബോണ്ട് അല്ലെങ്കിൽ സീറോ കൂപ്പൺ ഡിബഞ്ചർ നമുക്കറിയാൻ പറ്റും ഇൻട്രസ്റ്റ് അല്ലേ കാണിക്കാതെ, കൂപ്പൺ റേറ്റ് കാണിക്കാതെ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സും ബോണ്ടുകളാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ടിലായിരിക്കും ഇഷ്യൂ ചെയ്യുക. ദീസ് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഡീപ് ഡിസ്കൗണ്ട്. അതുകൊണ്ട് ഇതിനെ DDB എന്നും കൂടെ പറയും, ഡീപ് ഡിസ്കൗണ്ട് ബോണ്ടുകൾ എന്നും കൂടെ പറയും, ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇഷ്യൂ പ്രൈസ് ആൻഡ് ഫേസ് വാല്യൂ, റിഡീം ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഫേസ് വാല്യൂ, ഇഷ്യൂ സമയത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡിസ്കൗണ്ടഡ് പ്രൈസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിൻ്റെ ഇൻകം ആയിട്ട് റിട്ടേൺ ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ. ദെൻ ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് ആൻഡ് സെക്കൻഡ് ഡിബഞ്ചേഴ്സ് അല്ലേ. എന്താ ഫസ്റ്റ് ഡിബഞ്ചർ? പ്രയോറിറ്റി ഇൻ ദ പേയ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് ഫസ്റ്റ് ഡിബഞ്ചർ എന്ന് പറയുക, ക്ലിയർ. ഒരു അസറ്റ്സിന് മുകളിൽ ആദ്യം പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന അസറ്റ്സിനെ പണയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്ലിയർ, അസറ്റ്സിൻ്റെ വാല്യൂ വലുതാണെന്ന് വിചാരിക്കുക, നിറയെ ഉണ്ടെന്ന് വിചാരിക്കുക, ക്ലിയർ. അപ്പോൾ നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിബഞ്ചേഴ്സിനെ ഫസ്റ്റ് ഡിബഞ്ചർ എന്ന് പറയും. അവർക്കായിരിക്കും ആദ്യത്തെ ക്ലെയിം, ക്ലിയർ. എന്നിട്ട് ബാക്കി വരുന്ന പൈസയാണ് സെക്കൻഡ് ഡിബഞ്ചർ, സെക്കൻഡ് പിന്നീട് സബ്സിക്വൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഉള്ള ഡിബഞ്ചേഴ്സ്, ആദ്യം ക്ലെയിം ഉള്ള ഡിബഞ്ചേഴ്സിനെ ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് എന്ന് പറയും, സെക്കൻഡ് ക്ലെയിം ഉള്ള ഡിബഞ്ചേഴ്സിനെ സെക്കൻഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയും, ക്ലിയർ. ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ. അതുപോലെ ഗ്യാരണ്ടീഡ് ഡിബഞ്ചർ, ക്ലിയർ, വേറൊരു ടൈപ്പാണ്. സോ ദീസ് ആർ ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട് on which payment of interest and principal is guaranteed by a third party. അല്ലെങ്കിൽ തേർഡ് പാർട്ടി ബാങ്കുകളോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അതിൻ്റെ റീപേയ്മെൻറ്റോ ഇൻട്രസ്റ്റ് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ് ആണ് ഗ്യാരണ്ടീഡ് ഡിബഞ്ചേഴ്സ്. കൊളാറ്ററൽ ഡിബഞ്ചേഴ്സ് ഉണ്ടാവും അല്ലേ. സോ കമ്പനി മേ ഇഷ്യൂ ഡിബഞ്ചേഴ്സ് ഇൻ ഫേവർ ഓഫ് ലെൻഡിങ് മണി
അല്ലെ, ഒരു ബാങ്കിൽ നിന്ന് ടേം ലോൺ എടുത്തു, അതിന് പകരമായിട്ട് ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ അതിനെ കൊളാറ്ററൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയും. അതർ ഇന്നോവേറ്റീവ് ഡിബഞ്ചേഴ്സും ഉണ്ട്. ക്ലിയർ? ഈ ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ പലതരത്തിലുള്ള ഇന്നോവേഷൻ വന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ഇക്വിറ്റി വാറൻസ് ആണ്. ഇപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനോട് ഒരു ചെറിയൊരു വാറണ്ട് കൂടെ അറ്റാച്ച് ആണ്, ഇക്വിറ്റി വാറണ്ട് എന്നാണ് പറയുക. ഇത്രയും ഡിബഞ്ചേഴ്സിൻ്റെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇക്വിറ്റി ആയിട്ട് പിന്നീട് കൺവേർട്ട് ചെയ്യാം. ഈ വാറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൊടുക്കും. ഒരു നിശ്ചിത പീരീഡ് അതിന് കഴിയണം. ഇപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ആവശ്യമുള്ളതുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്നു, ഡിബഞ്ചറായിട്ട് ഇഷ്യൂ ചെയ്യുന്നു. പക്ഷേ ഫ്യൂച്ചറിൽ എന്തായിട്ട് അത് മാറ്റിക്കൊടുക്കും? ഇക്വിറ്റി ആയിട്ട് മാറ്റിക്കൊടുക്കും. അപ്പോൾ ഇക്വിറ്റി ആയിട്ട് മാറ്റിത്തരാമെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കുന്ന അറിയില്ല. അതുകൊണ്ട് വാറണ്ടായിട്ട് തന്നെ കൊടുക്കുന്നു, ഒരു കൂപ്പണായിട്ട് തന്നെ കൊടുക്കുന്നു. ആ വാറണ്ട് കൈവശമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഈക്വിറ്റി ഷെയർ പിന്നീട് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഈക്വിറ്റി വാറൻസ് എന്ന് പറയുക. സെക്യൂർഡ് പ്രീമിയം നോട്ട്സ്, അപ്പോൾ ഇതും എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ഡിബഞ്ചറാണ്. സെക്യൂർഡ് പ്രീമിയം നോട്ട് ഈസ് എ ട്രേഡബിൾ ഇൻസ്ട്രുമെൻറ്റ് വിത്ത് ഡിറ്റാച്ചബിൾ വാറൻറ്റ് അഗൻസ്റ്റ് വിച്ച് ഹോൾഡർ ഗെറ്റ്സ് ഇക്വിറ്റി ഷെയർ. ഇതും ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഡിറ്റാച്ചബിൾ വാറൻറ്റ്, അതിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാറൻറ്റ് കൂടെ അതിനോടൊപ്പം വെക്കുന്നു. ഈ വാറൻറ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നു? ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നു? SPN കിട്ടിയിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഈ ഇതിലുള്ള ഡിറ്റാച്ചബിൾ വാറൻറ്റ് ഉപയോഗിച്ച് ഇക്വിറ്റി ഷെയർ കൂടെ അഡീഷണൽ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാവും. അപ്പോൾ ഇതാണ് SPNൻ്റെ പ്രത്യേകത. ദെൻ കോളബിൾ ബോണ്ട്സ് ഉണ്ട് അല്ലേ. കമ്പനിയുടെ ഓപ്ഷൻ അനുസരിച്ച് ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ ബോണ്ടുകളെയോ ഡിബഞ്ചറെയോ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ, കമ്പനി റീപേയ്മെൻറ്റ് ചെയ്യുകയാണ്, റിഡീം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? നമ്മൾ കോളബിൾ ബോണ്ട് അല്ലെങ്കിൽ കോളബിൾ ഡിബഞ്ചർ എന്ന് പറയുക അല്ലേ. അപ്പോൾ നിങ്ങൾ നേരത്തെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ തിരിച്ചു വിളിക്കുന്ന പ്രൈസ് നമ്മൾ കോൾ പ്രൈസ് ആണെന്ന് പറയാം അല്ലേ. അതുവരെയുള്ള ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ എന്ത് പറയും? ഈൽഡ് ടു കോൾ എന്ന് പറയും, YTC എന്നാണ് പറയുക അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ദെൻ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് അല്ലെങ്കിൽ വേരിയബിൾ ഓർ അഡ്ജസ്റ്റബിൾ റേറ്റ് ബോണ്ട്. ക്ലിയർ? സാധാരണ ബോണ്ടുകളുടെ ഇൻട്രസ്റ്റ് ഒക്കെ ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റേറ്റ് വയ്ക്കാം. ക്ലിയർ? അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ടുള്ള റേറ്റ് വയ്ക്കാം. എങ്ങനെ? ബേസ്ഡ് ഓൺ എ റെഫറൻസ് റേറ്റ്. ക്ലിയർ? ഫോർ എക്സാമ്പിൾ RBIയുടെ റെഫറൻസ് റേറ്റ് അല്ലേ, റിപ്പോ റേറ്റിന് പ്ലസ് ഇത്ര ശതമാനം. ക്ലിയർ? അതല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് പ്ലസ് ഇത്ര ശതമാനം. അതല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൈം ലെൻഡിങ് റേറ്റ് പ്ലസ് ഇത്ര ശതമാനം. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് പ്ലസ് ഇത്ര ശതമാനം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റേറ്റിനെ ഫ്ലെക്സിബിൾ ആക്കി മാറ്റാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അതിനെ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റ് ഡിബഞ്ചർ, വേരിയബിൾ റേറ്റ് ഡിബഞ്ചർ എന്നൊക്കെ പറയാം. ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് ഓൾറെഡി പറഞ്ഞു അല്ലേ. വലിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് ഓഫർ ചെയ്ത് ഒരു ലോങ് പീരീഡിനേക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറാണ് DDB എന്ന് പറയും. ക്ലിയർ? അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് വളരെ ലോങ് ആയിരിക്കും. ഓക്കെ. സേ ഫോർ എക്സാമ്പിൾ 1 lakh rupees ക്ലിയർ IDBI നേരത്തെ ഇഷ്യൂ ചെയ്തൊരു ഡിബഞ്ചറാണ്. ക്ലിയർ? അതിൻ്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് അറ്റ് 2700 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തത്. ക്ലിയർ? 1 lakh റുപ്പിയാണ് അതിൻ്റെ ഫേസ് വാല്യൂ, നോമിനൽ വാല്യൂ 1 lakh റുപ്പി. 25 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുക. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ 2700 റുപ്യ കൊടുത്ത് നമ്മളൊരു ബോണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്ലിയർ 25 വർഷം കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ തിരിച്ചു തരും. ക്ലിയർ? അപ്പം അത്രയും ലോങ് പീരീഡിലേക്ക് ഡീപ്പായിട്ടുള്ള ഡിസ്കൗണ്ട് അല്ലേ. 1 lakh റുപ്പീസിൻ്റെ അല്ലേ 2700 റുപ്പീസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലേ 1% അല്ലേ വലിയ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ എന്ത് വരുന്നുള്ളൂ ഇതിൽ ഇഷ്യൂ പ്രൈസായിട്ട് വയ്ക്കുന്നുള്ളൂ. ഇങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറയും. ക്ലിയർ? ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ബോണ്ട് ഉണ്ട്. അവിടെ ഇൻഫ്ലേഷൻ റേറ്റിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് വേരി ചെയ്യും. ക്ലിയർ? സോ IAB എന്ന് പറയും. ക്ലിയർ? ഇങ്ങനെ പലതരത്തിലുള്ള ഡിബഞ്ചേഴ്സ് ഉണ്ട് നമുക്കറിയാം. ഫീച്ചേഴ്സ് ഓഫ് ബോണ്ട് അല്ലേ, മെച്യൂരിറ്റി പീരീഡ് ഫിക്സഡ് ആയിരിക്കും മിക്കവാറും. ക്ലെയിം ഓൺ ഇൻകം അല്ലേ, ആദ്യം തന്നെ കിട്ടാൻ ഇൻട്രസ്റ്റ്. ക്ലിയർ? ഇൻകം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും, പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടാൻ അവർക്ക് റൈറ്റ് ഉണ്ട്. ക്ലെയിം ഓൺ അസറ്റ്സ്. ക്ലിയർ? അസറ്റ്സിനെ വിറ്റിട്ടാണെങ്കിലും ക്ലിയർ അവരുടെ പൈസ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ടാവും. ഓക്കെ. സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അസറ്റ്സിന് മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും അല്ലേ, അസറ്റ്സ് ഒക്കെ അവർക്ക് വേണ്ടി പ്ലഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഈ സെക്യൂരിറ്റി കിട്ടുന്നില്ല, റീപേയ്മെൻറ്റ് കിട്ടുന്നില്ലെങ്കിൽ അസറ്റ്സിനെ റിയലൈസ് ചെയ്തിട്ടാണെങ്കിലും എന്ത് കൊടുക്കാൻ പറ്റും, പൈസ അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. സോ ഇഫ് ദി അസറ്റ്സ് ആർ പ്ലഡ്ജ് ടു them and not sufficient to satisfy their claim, they rank pari passu with the
അതർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഫോർ ദി ബാലൻസ്. ക്ലിയർ? ഇനി പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന ഒരു ഡിബഞ്ചറാണെന്ന് വിചാരിക്കും. ഒരു അസറ്റ് പ്ലെഡ്ജ് ചെയ്തു, അതിൻ്റെ പൈസ ക്ലിയർ അത് മുഴുവൻ വിറ്റു, അത്തരത്തിലുള്ള അസറ്റ് വിറ്റപ്പോഴും മുഴുവൻ പൈസ കിട്ടിയില്ല എങ്കിൽ ബാക്കിയുള്ള പൈസ കിട്ടാൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനോടൊപ്പം റിമൈനിങ് എമൗണ്ട് കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ട്. ക്ലിയർ? ഇൻ പാരി പസു മീൻസ് ക്ലിയർ ഇൻ ഈക്വൽ പ്രപ്പോർഷൻ. അപ്പോൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് എങ്ങനെയാണോ നമ്മൾ ഏത് പ്രപ്പോർഷനിലാണോ കൊടുക്കുന്നത്, അപ്പോൾ ഇവരെയും കൂടെ ചേർത്തിട്ടാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ പൈസ കൊടുക്കുക. ക്ലിയർ? അപ്പോൾ അതാണ് പാരി പസു. ഓക്കെ. അതുപോലെ തന്നെ കൺട്രോൾ അല്ലേ, നോർമലി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റോ കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഹനിക്കപ്പെടുകയാണെങ്കിൽ ക്ലിയർ ഇപ്പോഴുള്ള നിയമങ്ങളൊക്കെ അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പെഷ്യൽ മീറ്റിംഗ് വിളിക്കാനോ കമ്പനിയോട് ആവശ്യപ്പെടാനോ ക്ലിയർ ഒക്കെ റൈറ്റ് ഉണ്ടാവും. ഓക്കെ. കോൾ ഫീച്ചേഴ്സ്, ഡിബഞ്ചേഴ്സിൻ്റെ പൈസ വേണമെങ്കിൽ എന്ത് ചെയ്യാം? തിരിച്ച് വിളിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ കോൾ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ഓക്കെ. ഇപ്പോൾ ഒരു 10 വർഷത്തേക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിബഞ്ചർ വേണമെങ്കിൽ 3 വർഷം കഴിഞ്ഞ ശേഷം അല്ലേ ഇഷ്യൂ സമയത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൾ ചെയ്ത് തിരിച്ച് വാങ്ങിച്ച് റിഡീം ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനായിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഹയർ സെക്കൻഡറി ക്ലാസ് തൊട്ടേ പഠിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ക്ലിയർ? ഇമ്പോർട്ടൻസ് ഓഫ് ഡിബഞ്ചേഴ്സ് ആസ് എ സോഴ്സ് ഓഫ് ഫിനാൻസ് അല്ലേ. ഡിബഞ്ചറിൻ്റെ ഒരു പ്രത്യേകത എന്താ? അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ. എന്തൊക്കെയായിരിക്കും? ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി, ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ കുറവാണ്. ക്ലിയർ? അതുപോലെ തന്നെ ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടുന്നു. ഓക്കെ. ഡെപ്റ്റ് നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓബ്ലിഗേഷൻ മുഴുവൻ കഴിയുന്നു. ക്ലിയർ? ഫ്ലെക്സിബിൾ ആണ്. ഇങ്ങനെ ഒട്ടനവധി അഡ്വാൻറ്റേജ് ഉണ്ട്. ക്ലിയർ? അഡ്വാൻറ്റേജ് ടു ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. കമ്പനിക്ക് പുറമെ ഇൻവെസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് എന്താ? റിസ്ക് ഫ്രീ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് അല്ലേ എപ്പോഴും അവർക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. ക്ലിയർ? മിക്കവാറും ഡിബഞ്ചേഴ്സൊക്കെ സെക്യൂർഡ് ആണ്. അതുകൊണ്ട് അവിടെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഉറപ്പ് വരുത്താൻ പറ്റും. ഓക്കെ. അതുപോലെ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പീരിയോഡിക്കലായിട്ട് കിട്ടും. ലാഭം ഇല്ലെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടാനുള്ള പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് അവിടെ റിട്ടേൺസ് അഷ്യൂർ ചെയ്യാം. ഓക്കെ. ഇങ്ങനെ പലതരത്തിലുള്ള അഡ്വാൻറ്റേജും അവർക്കുണ്ട്. ഓക്കെ. ഡിസഡ്വാൻറ്റേജ് ടു ഡിബഞ്ചർ. ക്ലിയർ? ഡിബഞ്ചർ ഫിനാൻസിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താ? കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓബ്ലിഗേഷനും റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ കമ്പനിയുടെ ഓബ്ലിഗേഷനാണ് അല്ലേ. ലിക്വിഡിറ്റിയോ ക്യാഷ് ഫ്ലോ എബിലിറ്റിയോ ഇല്ല എങ്കിൽ കമ്പനിക്ക് അത് പ്രോബ്ലം ആയിട്ട് മാറും അല്ലേ. കമ്പനിയുടെ സോൾവൻസി പൊസിഷനെ ബാധിക്കും, ലിക്വിഡിറ്റിയെ ബാധിക്കും, ക്യാഷ് ഫ്ലോ എബിലിറ്റിയെ ബാധിക്കും. ഓക്കെ. ക്രെഡിറ്റ് പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കമ്പനി കമ്പൽസറി വൈൻഡിങ് അപ്പിലേക്ക് വേണമെങ്കിൽ പോവാം അല്ലേ. ഇപ്പം നിലവിലുള്ള IBC കോഡൊക്കെ അനുസരിച്ച് അല്ലേ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഓഫ് ഇന്ത്യ അല്ലേ, അതൊക്കെ അനുസരിച്ച് പൈസ കൊടുക്കുന്നില്ല എങ്കിൽ അല്ലേ, നിശ്ചിത സമയത്തിനകം കൊടുക്കുന്നില്ല, നോട്ടീസ് പ്രിസർവ് ചെയ്തിട്ടും കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ഇത്തരത്തിലുള്ള ഹോൾഡേഴ്സ് എന്ത് ചെയ്യാം? ദേ ക്യാൻ ഫയൽ എ സ്യൂട്ട് ഫോർ ദി ബാങ്ക്രപ്സി പെറ്റീഷൻ കൊടുക്കാൻ പറ്റും. ക്ലിയർ? അതുവഴി കമ്പനിയുടെ ലിക്വിഡേഷനിലേക്ക് പോയി അവരുടെ പൈസ വസൂലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ഇത് ഉള്ളതുകൊണ്ട് ഇതൊക്കെ കമ്പനിക്ക് എന്താകുന്നു? ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക് കൂട്ടുന്നു. ക്ലിയർ? ഫിനാൻഷ്യൽ ലിവറേജ് വളരെയധികം മാറ്റും അല്ലേ. ഇതൊക്കെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ ഇൻവെസ്റ്റേഴ്സിനും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ക്ലിയർ? എന്തൊക്കെയാണ് അത്? പ്രധാനമായിട്ടും വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല, കൺട്രോൾ ഇല്ല, മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ ലാഭം ഉണ്ടെങ്കിൽ ഇവർക്ക് എക്സ്ട്രാ റിട്ടേൺ ഒന്നും കിട്ടില്ല, ഫിക്സഡ് റേറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ. അൺസെക്യൂർഡ് ആയിട്ടാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ മറ്റുള്ള ക്രെഡിറ്റേഴ്സിനെ പോലെ തന്നെയായിരിക്കും ട്രീറ്റ് ചെയ്യപ്പെടുക. അങ്ങനെ കുറേയധികം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഇൻറ്റേർണൽ ഫിനാൻസിങ് പ്രധാനമായിട്ട് നമുക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇൻറ്റേർണൽ ഫിനാൻസിങ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, ക്ലിയർ? അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ ഫിനാൻസിങ്ങിൻ്റെ ഒരു പ്രത്യേകത? പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് ആണ് അതിൻ്റെ പേര് പറയുക അല്ലേ. ഒരു കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിൽ നിന്നും എമൗണ്ടിനെ മാറ്റിവെച്ച് ക്ലിയർ കുറേ റിസർവ് ആക്കി മാറ്റിവെച്ച് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇൻറ്റേർണലായിട്ട് കമ്പനി ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ക്ലിയർ കമ്പനിയുടെ തന്നെ പ്രോഫിറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് അതിനെ ഇൻറ്റേർണൽ ഫിനാൻസിങ് എന്ന് പറയുന്നു. ക്ലിയർ? പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണം എന്താ? ഫ്ലോ ചെയ്യാവുന്ന ഒഴുതുക എന്നാണ് അർത്ഥം അല്ലേ, നിലം ഒഴുതുക എന്നർത്ഥം. പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് എന്താ? നിലം ഒഴുതി കഴിഞ്ഞ് നമ്മൾ വിത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ചെടി വന്ന് നമുക്ക് വരുമാനം ഉണ്ടാവും അല്ലേ. ആ ഈൽഡിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഫ്ലോ ബാക്ക് ചെയ്യുന്നു. ക്ലിയർ? ഇപ്പോൾ പ്ലോവിങ് ബാക്ക്, അതുകൊണ്ട് ഇതിനെ പ്ലോവിങ് ബാക്ക് എന്ന് പറയും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിട്ടേൺ ആണ്. ആ റിട്ടേണിനെ കമ്പനി എന്ത് ചെയ്യുന്നു? ബിസിനസ്സിലേക്ക് തന്നെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫിനാൻസിങ്
അതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്ക് പറയാം. സെൽഫ് ഫിനാൻസിങ് എന്ന് വേണമെങ്കിലും പറയാം, ഇന്റേണൽ ഫിനാൻസിങ്, ഇന്റർ ഫിനാൻസിങ് എന്നൊക്കെ പറയും. ക്ലിയർ? അപ്പോൾ പല രീതിയിലേക്കായിരിക്കും ഇത് കാണപ്പെടുക അല്ലേ? റിസർവ്സ് ആയിട്ടും, സർപ്ലസ് ആയിട്ടും, പ്രോഫിറ്റ് ആയിട്ടും, ക്ലിയർ, റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ടും, റിസീവ്, അതുപോലെ തന്നെ റിസർവ് ഫോർ റീപ്ലേസ്മെന്റ്, റിസർവ് ഫണ്ട്, ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ക്ലിയർ, അതുപോലെ തന്നെ സീക്രട്ട് റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം, ക്ലിയർ, ഇങ്ങനെ പലതരം റിസർവ്സും സർപ്ലസസ് ഒക്കെ ആയിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. പ്രധാനമായിട്ട് റവന്യൂ പ്രോഫിറ്റ്സ് എന്നിവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കുന്ന എല്ലാ എമൗണ്ട്സും ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ക്ലിയർ? ഫണ്ടുകളും ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ക്ലിയർ? സോ നെസസിറ്റി ഫോർ ദ ഫ്ലോയിങ് ബാക്ക്, എന്തൊക്കെയാണ് ഇതിൻ്റെ ആവശ്യകത? ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഓൾഡ് അസറ്റ്സ്, അല്ലേ? നമുക്ക് ഫണ്ട് വേണം. അപ്പോൾ ഇത് കുറേ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പൈസ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. എക്സ്പാൻഷൻ, ഗ്രോത്ത്, ഡൈവേഴ്സിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫണ്ട് വേണം. അതിനുവേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്നു. കോൺട്രിബ്യൂട്ടിങ് ടുവേർഡ്സ് എ ഫിക്സഡ് ആൻഡ് ആസ് വെൽ ആസ് ദി വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ്, കമ്പനിയുടെ ക്യാപിറ്റൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ, വർക്കിംഗ് ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഫിക്സഡ് ക്യാപിറ്റൽ ആയിക്കോട്ടെ, അതിനുവേണ്ടി നമ്മൾ എമൗണ്ട് മാറ്റി വയ്ക്കുന്നു. ഇംപ്രൂവിങ് ദി എഫിഷ്യൻസി ഓഫ് ദ പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്സ്, മോഡേണൈസേഷന് വേണ്ടി ഇത് മാറ്റി വയ്ക്കുന്നു. മേക്കിംഗ് ദ കമ്പനി സെൽഫ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ്, അല്ലേ? അതിനുവേണ്ടി മാറ്റി വയ്ക്കാം. ഫോർ റിഡംഷൻ ഓഫ് ലോൺസ്, ഡെപ്റ്റ്, ഒബ്ലിഗേഷൻ, ഡിബഞ്ചർ, ഇതിനൊക്കെ വേണ്ടിയിട്ട് പൈസ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? റിസർവ്, അല്ലേ? ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഇങ്ങനെ റിസർവ്സ് ഒക്കെ വയ്ക്കുമ്പോൾ ആ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് പിന്നീട് കൊടുക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ അതിനൊക്കെ വേണ്ടി ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റീഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ്സ് ഓർ ഫ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, അല്ലേ? പ്രോഫിറ്റ് കിട്ടിയ ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത്, പ്രോഫിറ്റ് കിട്ടിയ ശേഷം ആ പ്രോഫിറ്റിന് വീണ്ടും എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ റീഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? കമ്പനിയുടെ ഏർണിംഗ് കപ്പാസിറ്റി. ഏർണിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലുള്ള കമ്പനിക്ക് കൂടുതൽ ഏൺ ചെയ്യാം. ഏർണിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിൽ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇന്റേണൽ ഫിനാൻസിങ് കുറവായിരിക്കും. ഡിസിർ ആൻഡ് ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, അല്ലേ? ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ ഡിവിഡൻഡ് ആഗ്രഹിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ കിട്ടുന്ന ലാഭത്തിന് മിക്കവാറും എന്തായിട്ട് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും. അപ്പോൾ കുറച്ച് മാത്രമേ റിട്ടേൺ ചെയ്യാൻ ഉണ്ടാവുള്ളൂ. ക്ലിയർ? ചില ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് വളരെ കുറച്ച് മതി, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കമ്പനി ഗ്രോ ചെയ്യണം, അങ്ങനെയുള്ള റിസ്ക് സീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ സമയത്തോളം ഇന്റേണൽ ഫിനാൻസിങ് വളരെ കൂടുതലുണ്ടാവും അത്തരം കമ്പനികളിൽ. ക്ലിയർ? ഫീച്ചേഴ്സ്, ഫ്യൂച്ചർ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്, അല്ലേ? ഒരു കമ്പനിക്ക് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഫ്യൂച്ചറിൽ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി പൈസ എടുത്ത് വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇന്റേണൽ ഫിനാൻസിങ് കൂടും, അല്ലേ? ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ ഇന്റേണൽ ഫിനാൻസിങ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഡിവിഡൻഡ് പോളിസി നമുക്കറിയാം. ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി എന്താ? ഡിവിഡൻഡ് പോളിസി നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ? A decision between how much profits to be distributed as dividend and how much profits to be retained. Clear? അപ്പോൾ അത് പലതരത്തിലുള്ള ഡിവിഡൻഡ് പോളിസീസ് കമ്പനിക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് മാറ്റം വരും? ഇന്റേണൽ ഫിനാൻസിങ് മാറ്റം വരും. അതുപോലെ തന്നെ ടാക്സേഷൻ പോളിസി, ഗവൺമെൻറ് ടാക്സേഷൻ പോളിസി എന്താണോ അതിനനുസരിച്ച്, അല്ലേ? ഹൈ പേഴ്സണൽ ടാക്സ് ഉള്ളൊരു രാജ്യമൊക്കെ ആണെങ്കിൽ ഡിവിഡൻഡായിട്ട് കൊടുത്താൽ നിവർത്തിയില്ല, ഡിവിഡൻഡിനൊക്കെ ടാക്സബിൾ ആണെങ്കിൽ, അല്ലേ? അപ്പം എന്ത് ചെയ്യാൻ? കമ്പനികൾ റീറ്റെയിൻ ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അല്ലേ? അപ്പോൾ അങ്ങനെ ടാക്സേഷൻ പോളിസിയും ഇന്റേണൽ ഫിനാൻസിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ദ നെക്സ്റ്റ് ഈസ് മെറിറ്റ്സ് ഓഫ് ഫ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ്. എന്തൊക്കെ അഡ്വാൻറ്റേജ് കമ്പനി നോക്കുകയാണെങ്കിൽ, സോ ഇറ്റ് വിൽ പ്രൊവൈഡ് എ കുഷൻ ടു അബ്സോർബ് ദി ഷോക്സ് ഓഫ് എക്കണോമി, അല്ലേ? എക്കണോമിക്കിൽ വരുന്ന ഫ്ലക്ച്വേഷൻസിനെ, ഡിപ്രഷനെ, ക്ലിയർ, പ്രോബ്ലത്തിനെയൊക്കെ നമുക്ക് ടൈഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കുഷനായിട്ട്, ക്ലിയർ, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡായിട്ട്, അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ്ജായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. എക്കണോമിക്കൽ മെത്തേഡ് ഓഫ് ഫിനാൻസിങ്, അല്ലേ? ഇതിൽ നമുക്ക് സാധാരണ ഇതിൽ കോസ്റ്റ് ഇല്ല എന്ന് പറയുമെങ്കിലും, അല്ലേ, മറ്റുള്ള സോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് കുറവായിരിക്കും. ക്ലിയർ? ആഫ്റ്റർ ടാക്സ് ഒക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ് നോർമലി എന്തായിരിക്കും? കുറവാണെന്ന് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്, അല്ലേ? അപ്പം അതുകൊണ്ട് ഒരു എക്കണോമിക്കൽ മെത്തേഡ് ഓഫ് ഫിനാൻസിങ് ആയിട്ട് ഇതിനെ പറയാം. ഇതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും കൊടുക്കണ്ട, അല്ലേ? കമ്പനിക്ക് തന്നെ റേസ് ചെയ്യാൻ പറ്റുന്നതാണ്, കമ്പനിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്റേണൽ ആണ്, അതുകൊണ്ട് എക്കണോമിക്കലാണ്. ഇറ്റ് അവോയ്ഡ്സ് സ്മൂത്ത് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് റണ്ണിങ് ഓഫ് ദ ബിസിനസ്, അല്ലേ? ഒരു ബിസിനസ്സിനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ ഹൈ റിസർവ്സ് ഉള്ള കമ്പനികൾക്ക് സാധിക്കും. കാരണം ആ ഫണ്ട് സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ദെൻ ഹെൽപ്സ് ഫോർ ദി ഫോളോയിങ്
സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിയൊക്കെ ഫോളോ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അഥവാ ഏതെങ്കിലും ഒരു വർഷം ലാഭം കുറഞ്ഞു പോയാലും സർപ്ലസ് ഉണ്ടെങ്കിൽ, സർപ്ലസിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ, ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ആ വർഷം നമുക്ക് സ്റ്റേബിൾ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും. ക്ലിയർ? ദെൻ ഫ്ലെക്സിബിൾ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ? ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഔട്ട്സൈഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ക്ലിയർ? ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട്, ബോണസ് ഷെയർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഫ്ലെക്സിബിൾ ആണ്. ക്ലിയർ? മേക്സ് ദ കമ്പനി സെൽഫ് ഡിപ്പെൻഡൻറ്റ് ഓൺ സെൽഫ് റിലയൻറ്റ്. ക്ലിയർ? മറ്റാരെയും ആശ്രയിക്കാതെ സെൽഫ് റിലയൻസ്, സെൽഫ് ഡിപ്പെൻഡൻസി ഇതൊക്കെ കൊണ്ടുവരുന്ന ഒരു സോഴ്സായിട്ട് ഇതിനെ പറയാൻ പറ്റും. ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഗുഡ് ദി ഡെഫിഷ്യൻസീസ് ഓഫ് ഡിപ്രീസിയേഷൻ. ക്ലിയർ? ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അസസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ചിലപ്പോൾ ആ ഫണ്ട് ഉപയോഗിച്ച് ഒരു അസസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡെഫിഷ്യൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉപയോഗിക്കാം. ഇറ്റ് enables to redeem long term liability. ക്ലിയർ? ലോങ് ടേം ലയബിലിറ്റീസ് ആയിട്ടുള്ള ഡിവഞ്ചറോ ടേം ലോണോ അതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന സമയത്ത് ഇതിനൊരു സോഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, റിഡീം ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ലിമിറ്റേഷൻസ് അല്ലേ? അഡ്വാൻറ്റേജ് ഷെയർ ഹോൾഡേഴ്സ് നോക്കുകയാണെങ്കിലോ, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫേം, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ കൂടാൻ സാധ്യത അല്ലേ? കൂടുതൽ റീറ്റെയിൻ ചെയ്യുന്നതോറും റിസർവ്സ് ആൻഡ് സർപ്ലസ് കൂടുന്നതോറും ഇക്വിറ്റിയുടെ വാല്യൂ കൂടും. ഇക്വിറ്റിയുടെ വാല്യൂ വർത്ത് കൂടുമ്പോൾ, നെറ്റ് വർത്ത് കൂടുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഷെയറിൻ്റെ ഇൻട്രൻസിക് വാല്യൂ, മാർക്കറ്റ് വാല്യൂ ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. ക്ലിയർ? ദെൻ സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? റിസർവ്സ് ആൻഡ് സർപ്ലസ് കൂടി വരുന്നതോറും ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ ഉറപ്പ് വരികയാണ്. ക്ലിയർ? അവർക്ക് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എന്തായാലും കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉറപ്പ് വരുത്താനിലൂടെ പറ്റുന്നു. എൻഹാൻസ്ഡ് ഏർണിംഗ് കപ്പാസിറ്റി. ഒരു കമ്പനിയുടെ ഏർണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ കഴിയും. കാരണം എന്താ, ഫിക്സഡ് ആയിട്ടൊന്നും കൊടുക്കാതെ തന്നെ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന ഇൻറ്റേർണൽ സോഴ്സ് വഴി കമ്പനിക്ക് വീണ്ടും ബിസിനസ് ചെയ്ത് വീണ്ടും ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ക്ലിയർ? നോ ഡൈല്യൂഷൻ ടു കൺട്രോൾ. ക്ലിയർ? കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ക്ലിയർ? പുതിയ ഷെയർ ഹോൾഡേഴ്സ് വരുന്നില്ല, പുതിയ വോട്ടിംഗ് റൈറ്റ് ഇല്ല അല്ലേ, പുതിയ ഷെയർ ഡയറക്ടേഴ്സിൻ്റെ ഇലക്ഷൻ ഒന്നും വരുന്നില്ല. നിലവിലെ ഷെയർ ഹോൾഡേഴ്സിന് തന്നെ വോട്ടിംഗ് റൈറ്റ് കിട്ടുന്നു. അപ്പോൾ കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്യാതെ തന്നെ കമ്പനിക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് അല്ലേ. ഇനി ഇതിന് പകരമായിട്ട് ഈക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിലോ പുതിയ ഷെയർ ഹോൾഡേഴ്സ് വരും. അവർ പുതിയ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നു, പുതിയ ഡയറക്ടേഴ്സിനെ ഇലക്ട് ചെയ്യും. കമ്പനിയുടെ നിലവിലുള്ള കൺട്രോൾ, മാനേജ്മെൻ്റ് ഒക്കെ ഡൈല്യൂട്ട് ചെയ്തെന്ന് വരും. ഓക്കെ. ദെൻ ഇവേഷൻ, ടാക്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാം. ടാക്സിൻ്റെ ബേർഡൻ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ക്ലിയർ? സൂപ്പർ ടാക്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ക്ലിയർ? ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ടാക്സ് അല്ലെ, ഡിവിഡൻ്റ് ആയിട്ട് കിട്ടുമ്പോൾ അവർക്ക് ടാക്സ് കൊടുക്കണം, ഇൻകത്തിന് ടാക്സ് കൊടുക്കണം. ക്ലിയർ? അപ്പോൾ ആ ടാക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അങ്ങനെ സൂപ്പർ ടാക്സ് വരുന്നത് അല്ലേ, വലിയൊരു എമൗണ്ട് ഡിവിഡൻ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പഴയൊരു ടാക്സ് സ്ലാബിൽ നിന്ന് മാറി വേറെ ടാക്സ് സ്ലാബിലേക്ക് വരും. ക്ലിയർ? ഫോർ എക്സാമ്പിൾ 20% ടാക്സ് സ്ലാബുള്ള ഒരാൾ ഡിവിഡൻ്റ് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിട്ട് മാറും, 30% സ്ലാബിലേക്ക് മാറും. ക്ലിയർ? അപ്പോൾ എക്സ്ട്രാ അത്രയും ശതമാനം 30% കിട്ടുന്നതിന് 30% എന്ത് കൊടുക്കേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. ക്ലിയർ? ഫ്ലോ ബാക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഡിവിഡൻഡ് കുറച്ച് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, നോർമലി ടാക്സ് ലയബിലിറ്റി കുറയും ഷെയർ ഹോൾഡേഴ്സിന്. അഡ്വാൻറ്റേജ് സൊസൈറ്റി ഓർ നേഷൻ, രാജ്യത്തിനും ഇതൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജാണ്. എന്താ കാരണം, ഇറ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ അല്ലേ, ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ക്യാപിറ്റലൈസേഷൻ കൂട്ടുന്നു. ക്ലിയർ? സ്റ്റിമുലേറ്റ്സ് ഇൻഡസ്ട്രിയലൈസേഷൻ, എക്സ്പാൻഷൻ, മോഡേണൈസേഷൻ അല്ലേ, ഡൈവേഴ്സിഫിക്കേഷൻ, ഇതൊക്കെ ചെയ്യാൻ കമ്പനികളെ കേപ്പബിൾ ആക്കുന്നതുകൊണ്ട് പുതിയ ഫാക്ടറികൾ വരും, പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും. ക്ലിയർ? പുതിയ മേഖലയിലേക്ക് വരും. ഓക്കെ, അങ്ങനെയൊക്കെ ഡെവലപ്മെൻറ്റ് വരും. ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി, കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ മോഡേൺ ടെക്നോളജിയോ അല്ലേ, എക്യുപ്മെൻറ്റ്സോ ഒക്കെ കൊണ്ടുവരാൻ ഇതിലൂടെ കഴിയും. ഈ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഡിക്രീസസ് ദ റേറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഫെയിലുവർ അല്ലേ, കമ്പനിക്ക് നിറയെ പൈസ ഉണ്ടെങ്കിൽ, ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ റിസർവ്സും സർപ്ലസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അഥവാ ചെറിയൊരു ഇൻഡസ്ട്രിയൽ ഫെയിലറോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്ലോ ഡൗണോ ഉണ്ടായാൽ പോലും അതിനെ ഓവർകം ചെയ്ത് വിസ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ അവർക്ക് കഴിയും. ക്ലിയർ? ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലേ, സമൂഹത്തിൽ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കുന്നതിന് അല്ലേ, ഷെയർ ഹോൾഡേഴ്സിനും എംപ്ലോയീസിനും കൂടുതൽ ബെനിഫിറ്റ് കൊടുക്കാനും അല്ലേ ഒക്കെ ഇത് കേപ്പബിൾ ആക്കും കമ്പനിക്ക് നല്ലൊരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ടാകുമ്പോൾ എംപ്ലോയീസിന് അല്ലേ, വർക്കേഴ്സിന്, അതുപോലെ പബ്ലിക്കിന് വെൽഫെയർ മെഷേഴ്സ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ചെറിയ പ്രൊവിഷൻ ഉപയോഗിച്ചിട്ടാണ് ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ മീറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ആ ഫണ്ട് ഉപയോഗിച്ച് സമൂഹത്തിൽ ഹോസ്പിറ്റൽസോ റോഡോ ഇൻഫ്രാസ്ട്രക്ചറോ
എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊണ്ടുവരാനും അതുവഴി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ വർദ്ധിപ്പിക്കാനും കാരണമാവും. ലിമിറ്റേഷൻ ഓർ ഡേഞ്ചേഴ്സ് ഓഫ് ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ്. ഇതെന്തിലേക്ക് ലീഡ് ചെയ്യാം അല്ലേ? കൂടുതൽ ക്യാപിറ്റൽ ഇക്വിറ്റി വരുന്നതോറും നമുക്ക് റിട്ടേൺ കുറയുകയാണെങ്കിൽ, അതിനനുസരിച്ച് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇറ്റ് മേ ലീഡ് ടു ആൻ ഓവർ ക്യാപിറ്റലൈസേഷൻ സിറ്റുവേഷൻ. എന്താ ഓവർ ക്യാപിറ്റലൈസേഷൻ നമുക്കറിയാം അല്ലേ? നിലവിലുള്ള ക്യാപിറ്റലിന് അനുപാതമായിട്ട് ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്ന് പറയുക ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. ക്രിയേഷൻ ഓഫ് മൊണോപ്പൊളി അല്ലേ? കമ്പനികൾ വളരെ കൂടുതൽ റിസർവ്സ് സർപ്ലസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു അല്ലേ എക്കണോമിക് ജയൻസ് ആയിട്ട് മാറും. നമ്മളിപ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നില്ലേ ചില കമ്പനികളെ കുറിച്ച് അല്ലേ, റിലയൻസിനെ കുറിച്ചോ അങ്ങനെയുള്ള കമ്പനികളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ? അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എന്ത് നടക്കുന്നു? എന്താ കാരണം? മൊണോപ്പൊളി ആയിട്ട് അവർക്ക് മാറാൻ കഴിയും. കാരണം എന്താ? അത്രയും ഫണ്ട് ഉണ്ട് അവരുടെ കൈവശം. അതുകൊണ്ടാണ് ടെലികോം സെക്ടറിലൊക്കെ CEO അല്ലേ വളരെ മൊണോപ്പൊളി ആയിട്ട് മാറുന്നു അല്ലേ? അവർക്ക് മാർക്കറ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു കമ്പനിക്ക് വളരെ കൂടുതൽ റിസർവ്സ് സർപ്ലസ് ഉണ്ടാകുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഇറ്റ് മേ ക്രിയേറ്റ്സ് മൊണോപ്പൊളി. ഡിപ്രീവിങ് ദ ഫ്രീഡം ഓഫ് ദി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫ്രീഡം ഡിപ്രീവ് ചെയ്യാൻ ഇത് കാരണമായിട്ട് മാറും. അപ്പോൾ ഇതനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് വളരെ കൂടുതലായിട്ട് മാറുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആവശ്യമോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യങ്ങളൊക്കെ നെഗ്ലക്ട് ചെയ്ത്. കാരണം എന്താ? കമ്പനിക്ക് ഓൾറെഡി പൈസ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ മിസ്യൂസ് ഓഫ് റിട്ടേൺ ഏണിംഗ്. ഈ റിട്ടേൺ ഏണിങ്സ് ഉപയോഗിച്ച് ഫിനാൻഷ്യൽ മിസ്യൂസ് ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാനിപ്പുലേഷൻ ഓഫ് വാല്യൂ ഓഫ് ഷെയർസ്. കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ടാക്സ് ഒക്കെ ഇവേഡ് ചെയ്യാൻ വേണ്ടി ടാക്സ് ഇവേഷനൊക്കെ ഒരു സാധ്യത ഇതിൻ്റെ ഫലമായിട്ട് വരുന്നു. ദെൻ ഡിസാറ്റിസ്ഫാക്ഷൻ അമംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഇത് കാരണമായിട്ട് മാറാം. കൂടുതൽ റീടെൻഷൻ ചെയ്യുന്നതോടുകൂടി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ട ഡിവിഡൻഡ് കുറഞ്ഞു പോകും. നോർമലി ഇറ്റ് മേ ലീഡ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ്. ഇനി ഡിപ്രീസിയേഷനും നമുക്കൊരു സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് പറയാം. എന്താ കാരണം അല്ലേ? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് കുറേ വർഷത്തിലേക്ക് നമ്മൾ അസറ്റ്സിന് വേണ്ടി ഡിപ്രീസിയേഷൻ മാറ്റിവെക്കുകയാണ് അല്ലേ? ലാഭത്തിൽ നിന്ന് കുറച്ച് മാറ്റിവെക്കാം. ഇങ്ങനെ വരുന്ന സമയത്ത് കുറേ വർഷം കഴിയുമ്പോൾ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടുമായിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ഫണ്ട് എന്നാണ് പറയുക അല്ലേ? ഡിപ്രീസിയേഷൻ റിസർവ് എന്ന് വേണമെങ്കിൽ പറയും. ഇങ്ങനെ ഡിപ്രീസിയേഷൻ റിസർവ്സോ ഡിപ്രീസിയേഷൻ ഫണ്ടോ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനോ അല്ലേ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസറ്റ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് വരുന്ന സമയം വരെ ഈ ഫണ്ട് എന്ത് ചെയ്യാം? ബിസിനസ്സിൽ ഉപയോഗിക്കാം. ഇങ്ങനെ വരുന്ന സമയത്ത് ഡിപ്രീസിയേഷനും എന്തായിട്ട് ആക്ട് ചെയ്യപ്പെടുന്നു? ഇറ്റ് മേ ബിക്കം എ സോഴ്സ് ഓഫ് ഫണ്ട്, സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇനിയിപ്പോൾ ഡിപ്രീസിയേഷൻ ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആണോ എന്ന് നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡെഫിനറ്റ് ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. യെസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? ശരിക്കും അതൊരു സോഴ്സ് അല്ല, പക്ഷെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നു. So there is a difference in the opinions between expert ചില ആൾക്കാർ എസ് എന്ന് പറയുന്നു, ചില ആൾക്കാർ നോ എന്ന് പറയുന്നു. പക്ഷെ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ചെറിയൊരു അർത്ഥത്തിൽ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ബിസിനസ്സിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ റീപ്ലേസ്മെൻറ്റോ ആവശ്യകതയോ വരുന്നത് വരെ. അതുപോലെ തന്നെ നമുക്ക് ടാക്സ് അഡ്വാൻറ്റേജ്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് കുറയുന്നു? പ്രോഫിറ്റ്, ടാക്സിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും അല്ലേ? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നില്ലെങ്കിലോ ടാക്സ് അത്രയും കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ടാക്സ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്നാണ് അതിന് പറയുക അല്ലേ? അപ്പോൾ ഈ ടാക്സ് ഷീൽഡും എല്ലാം ഉള്ളതുകൊണ്ട് ഇതിനൊരു സോഴ്സ് ആയിട്ട് പല ആൾക്കാരും അതിനെ കരുതുന്നുണ്ട്. ദെൻ ടേം ലോൺസ് ഒരു പ്രധാനപ്പെട്ട വേറൊരു സോഴ്സ് ആയിട്ട് നമുക്ക് പറയാം. കമ്പനികൾ, ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിന്നെല്ലാം കിട്ടുന്ന അല്ലേ ടേം ലോൺസ് എന്തായിട്ട് ആക്ട് ചെയ്യപ്പെടുന്നു? ഒരു സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് ആക്ട് ചെയ്യപ്പെടുന്നു. അത്തരത്തിലുള്ള സോഴ്സ് ഓഫ് ഫണ്ട് ഉപയോഗിച്ചിട്ട് കമ്പനികൾക്ക് അവരുടെ ലിവറേജും അല്ലേ ക്യാപിറ്റൽ ഗിയറിംഗ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിപ്പിക്കും. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഒക്കെ സാധ്യമാക്കുകയും ചെയ്യാം. പക്ഷേ നമുക്കറിയാം ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്ന ഒരു ഡബിൾ എഡ്ജഡ് വെപ്പണാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് എടുക്കുക, അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രം എടുക്കുക. ആ രീതിയിൽ അതിന് ഉപയോഗിക്കാൻ പറ്റണം. കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഡെവലപ്മെൻറ്റ് ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ ബാങ്കിങ്ങിലൊക്കെ പഠിച്ചാണ്, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ സോഴ്സ് ഓഫ് ഫണ്ടിനെ കുറിച്ച് നമുക്കൊരു എസ്സേ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ചുകൂടാം കേട്ടോ.